ഹലോ എവ്രി വൺ, സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാറ്റമി പഠിച്ചു, അതിന്റെ ഫംഗ്ഷൻസും ഒക്കെ പഠിച്ചു അല്ലെ. നമ്മൾ അടുത്തതായിട്ട് അസസ്മെന്റ്, നമ്മൾ ഒരു അനാറ്റമി പഠിക്കും, അനാറ്റമി അതിന്റെ ഫിസിയോളജി പഠിക്കും, അതിനുശേഷം അസസ്മെന്റ് പഠിക്കും, അതിനുശേഷം ആ ഒരു സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റ്, ഈ ഓർഡറിലായിരിക്കും നമ്മൾ ഓരോ സിസ്റ്റവും കവർ ചെയ്തുകൊണ്ട് പോവുക. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2 ക്ലാസ്സുകളിലൂടെ ആയിരിക്കും നമ്മൾ അസസ്മെന്റ് എടുക്കുക. നമുക്കറിയാം, ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഒരു അസുഖവുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെ. ഒന്ന്, ഇൻസ്പെക്ഷനിലൂടെ കുറച്ച് കാര്യങ്ങൾ, പാൽപേഷനിലൂടെ, പെർക്കഷനിലൂടെ, ഓസ്കൾട്ടേഷനിലൂടെ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ അസസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, എന്താണ് ബുദ്ധിമുട്ട്, ആ പേഷ്യന്റിനുള്ള ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസസ്മെന്റിൽ തന്നെ ഏതാണ്, ഇൻസ്പെക്ഷനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫിസിക്കൽ അസസ്മെന്റ് ഫൈൻഡിങ്സ് ഇൻ റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽത്തി അഡൾട്ടിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഇൻസ്പെക്ഷൻ ആണ് നോക്കുന്നത്. യെസ്, ഇൻസ്പെക്ഷനിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ നോസിൽ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഇൻസ്പെക്ഷൻ കാണുന്നതാണ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ നോസിൽ നോക്കണം, തൊറാക്സിൽ നോക്കണം, ഡിജിറ്റ്സിൽ നോക്കണം, വിരലുകളിലെ ഫിംഗേഴ്സിലൊക്കെ നോക്കണം, ഡിജിറ്റ്സിൽ നോക്കണം. ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻസ്പെക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നോസിൽ, അപ്പൊ മൂക്കിൽ നമ്മൾ നോസിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നോസ് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുക, നോസ് സ്ട്രെയിറ്റ് ആണോ എന്ന് നോക്കുക. അതിൽ വിത്തൗട്ട് ഫ്ലെയറിങ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ശ്വാസം മുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൂക്ക് ഇങ്ങനെ വലുതായി, മൂക്ക് ഫ്ലെയറിങ്, അപ്പൊ ആ ഒരു ഫ്ലെയറിങ് ഇല്ലെങ്കിൽ ശ്വാസം കുറേ വലിക്കേണ്ട ഒരു ഇതിൽ നമ്മൾ അങ്ങനെ നോസിൽ ചേഞ്ചസ് ഉണ്ടാവും, ഫ്ലെയറിങ് ഓഫ് ദ അലാനേസി ഉണ്ടാവും. അതുണ്ടോ എന്ന് നോക്കുക. വല്ല ഡിസ്ചാർജ് ഉണ്ടോ എന്ന് നോക്കുക. നെയേഴ്സ് പേറ്റന്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോസിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നോസ് സ്ട്രെയിറ്റ് ആണോ, ഫ്ലെയറിംഗ് ഉണ്ടോ, ഡിസ്ചാർജ് ഉണ്ടോ, പേറ്റന്റ് നെയേഴ്സ് ആണോ. ഇനി ഉള്ളിലെ മ്യൂക്കോസ നോക്കുകയാണെങ്കിൽ എന്താണ്, മ്യൂക്കോസ പിങ്ക് ആണോ, മോയിസ്റ്റ് ആണോ. മ്യൂക്കോസ ഉള്ളിൽ പിങ്ക് ആൻഡ് മോയിസ്റ്റ് ആണോ. ഇനി സെപ്റ്റം നടുക്ക് തന്നെയാണോ, സെപ്റ്റം നടുക്ക്, അല്ലെങ്കിൽ നമ്മൾ DNS എന്ന് പറഞ്ഞാൽ അല്ലേ, ഡീവിയേറ്റഡ് നെയ്സൽ സെപ്റ്റം. അപ്പൊ സെപ്റ്റം മിഡ് ലൈനിലാണോ, വല്ല മാസസോ പെർഫറേഷനോ ഉണ്ടോ നോക്കുക. ഇനി സൈനസസ് നോക്കുക. സൈനസസ് ട്രാൻസ് ഇല്യൂമിനേറ്റ് ആണോ, സൈനസസ് ക്ലിയർ ആണ്, അതിനുള്ളിൽ ഒന്നും ഇല്ലെങ്കിൽ ലൈറ്റ് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഇല്യൂമിനേഷൻ ഉണ്ടാവും അല്ലെ. ഇനി അതിനുള്ളിൽ മ്യൂക്കസ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് ഒപ്പേക്ക് ആയിരിക്കും. അപ്പൊ അത് ഇല്യൂമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, സൈനസസ് ഓക്കെ ആണ്, അതിൽ വേറെ ഇൻഫ്ലമേഷൻ അങ്ങനെ ഒന്നും ഇല്ല, ഒരു ഫില്ലിങ്ങും ഇല്ല, എയർ സ്പേസ് ആയിട്ട് തന്നെ നിൽക്കുക. അതിൽ മ്യൂക്കസും ഒക്കെ പോയി ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഒപ്പേക്ക് ആകുമ്പോഴത്തേക്കാണ് ഇല്യൂമിനേഷൻ ഇല്ലാതിരിക്കുക. അപ്പോൾ ഇൻസ്പെക്ഷൻ നമ്മൾ നോസ് നോക്കണുണ്ട്. നോസിൽ നമ്മൾ സ്ട്രെയിറ്റ് ആണോ, ഫ്ലെയറിംഗ് ഉണ്ടോ, ഡിസ്ചാർജ് ഉണ്ടോ, മ്യൂക്കോസ പിങ്ക് ആൻഡ് മോയിസ്റ്റ് ആണോ, സെപ്റ്റം നടുക്ക് തന്നെയാണോ, മിഡ് ലൈനിലാണോ, എന്തെങ്കിലും മാസസോ പെർഫറേഷനോ ഉണ്ടോ. പിന്നെ സൈനസസിൽ നമ്മൾ ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് അവിടെ തിളങ്ങുന്ന ലൈറ്റ് ഇലുമിനേഷൻ ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇസ് നോർമൽ. ഓക്കെ, അത് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഇനി നമ്മുടെ തൊറാക്സ് നോക്കുകയാണെങ്കിൽ ഈവൻ കളർ ആണോ, റെഗുലർ ആണോ, ഈവൻ കോണ്ടൂർ ആണോ, ക്വയറ്റ് റെസ്പിറേഷൻ ആണോ. റെസ്പിറേഷൻ ഒച്ചയിലൊന്നും ഭയങ്കര ബുദ്ധിമുട്ടിയൊന്നും അല്ലല്ലോ, ആണോ, അൺലേബേർഡ് ആണോ, ഓഫ് ഈവൻ ഡെപ്ത് ആൻഡ് വിത്തൗട്ട് റിട്രാക്ഷൻസ്, വല്ല ബൾജും മാസസ് വല്ലതും ഉണ്ടോ. പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണോ ശ്വാസം വലിക്കുന്നത്, അപ്പോൾ വേറെ ആക്സസറി മസിലുകളെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ, അല്ല സാധാരണ നമ്മൾ നോർമൽ ഒരു ബ്രെത്ത് നമ്മൾ അങ്ങനെ ഒരു എഫേർട്ടും ലേബേർഡും അല്ലല്ലോ അല്ലേ. Masses or use of accessory muscles. In antero-posterior transverse diameter ratio 1:2. Okay, AP transverse diameter എത്രയാണ്, 1:2. Antero-posterior transverse diameter ratio എത്രയാണ്, 1:2. Okay, AP transverse diameter ratio എത്രയാണ്, 1:2. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നമ്മൾ പഠിക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ചെസ്റ്റിൻ്റെ AP ഡയമീറ്ററിൻ്റെ കാര്യങ്ങൾ പഠിക്കും. എന്താണ് ഓരോ ടൈപ്പ് ഓഫ് ചെസ്റ്റ്. നോർമൽ ചെസ്റ്റിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്, AP ഡയമീറ്റർ ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1:2. അപ്പോൾ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ AP ഡയമീറ്ററിനേക്കാളും ഇരട്ടിയാണ്. ഓക്കെ, അത് നമ്മൾ ചെസ്റ്റിൻ്റെ വോളൊക്കെ പഠിക്കും. അതിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള ചെസ്റ്റ്, പീജിയൻ ചെസ്റ്റ്, ഫണൽ ചെസ്റ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവേ. അടുത്ത ഡിജിറ്റ്സ് നോക്കുക. ക്ലബിങ് ആബ്സെന്റ് ആണോ,
ക്ലബ്ഡ് ഫിംഗർ ആണോ എന്നുള്ളത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ടെസ്റ്റ് ഒക്കെ ഉണ്ട്. വിരൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നടുക്ക് ഇങ്ങനെ ഒരു ഡയമണ്ട് സൈൻ പോലെ വരുന്നോ എന്നുള്ളതാണ് നോർമൽ സി. അത് നോർമലാണ്. അല്ല ക്ലബ്ഡ് ആണെങ്കിൽ അവിടെ എന്താണ്, അതിങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ അങ്ങനെ ഒരു ഇടയിൽ ഒരു വിടവ് കാണാൻ പറ്റില്ല. അപ്പോൾ ക്ലബിങ് ആബ്സെന്റ് ആണോ നോക്കുക. നെയിലിന്റെ ബെഡ് നോക്കുക, ഏത് കളറാണോ, പിങ്ക് ആണോ. പിന്നെ ഇമ്മീഡിയറ്റ് കാപ്പിലറി റീഫിൽ ഓൺ ബ്ലാഞ്ചിങ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നമ്മളിപ്പോൾ ഒന്ന് ഇതായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബ്ലഡ് എല്ലാം അങ്ങ് റീഫിൽ ആയിക്കോളൂ അല്ലേ. അപ്പൊ അങ്ങനെ ആവുന്നുണ്ടോ എന്നൊക്കെ ഡിജിറ്റ്സ് ഒക്കെ ഒന്ന് പ്രസ് ചെയ്തും ഡിജിറ്റ്സിന്റെ നെയിൽ ബെഡും ക്ലബിങ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുക. ഇതെല്ലാമാണ് ഇൻസ്പെക്ഷനിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്കറിയാം. നമ്മളൊരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവരുടെ ഹിസ്റ്ററി എടുക്കും അല്ലെ. ഹിസ്റ്ററി ടേക്കിംഗ് നമ്മൾ അവരോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുക്കും. പിന്നെ നമ്മൾ നോട്ട് ചെയ്യും അല്ലെ, അവർക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി ബുദ്ധിമുട്ടുകളുണ്ടോ, അവർ ശ്വാസം വലിക്കുമ്പോഴും എല്ലാം എന്തെങ്കിലും എല്ലാം എപ്പോഴാണ് അവർക്ക് കംഫോർട്ടായിട്ട്, ഇപ്പോൾ ചുമയും ശ്വാസം മുട്ടും ഉണ്ടെങ്കിൽ ഏത് സമയത്താണ് അവർക്ക് കംഫോർട്ട്, ഇരിക്കുമ്പോൾ ആണോ കുനിയുമ്പോൾ ആണോ, ഏത് സമയത്താണെന്നുള്ള കംഫോർട്ട്. പിന്നെ അവരുടെ ബ്രീത്തിങ് പാറ്റേൺ നോക്കും അല്ലെ. ടാക്കിപ്നിയ, ബ്രാഡിപ്നിയ എന്നൊക്കെ പറയും, ഏപ്നിയ. ടാക്കിപ്നിയ എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ളത്, റാപ്പിഡ് ബ്രീത്തിങ് ആണ് ടാക്കിപ്നിയ. ഇങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കുറവാണെങ്കിൽ ബ്രാഡിപ്നിയ. ഏപ്നിയ എന്ന് പറയുന്നത് ശ്വാസം ആ സമയത്ത് കുറച്ച് കുറവ് തീരെ ഇല്ലാത്ത സമയത്ത് നമ്മൾ ആപ്നിയ എന്ന് പറയും. ഓക്കെ. പിന്നെ ഭയങ്കരമായിട്ട് ഗ്യാസ്പ് ചെയ്യുന്നുണ്ടോ, കിതയ്ക്കും, ഗ്യാസ്പിങ്, ഗ്രണ്ടിങ്. പിന്നെ സൈനോസിസ്, സെൻട്രൽ സൈനോസിസ്, ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടോ. പിന്നെ വായ് ചിലപ്പോൾ മൂക്കടപ്പൊക്കെ ഉണ്ടായിട്ട് വായ് തുറന്നു വെച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മൂക്ക് തന്നെ ഫ്ലെയേർഡ് ആണോ, എലാനീസിയ ഫ്ലെയേർഡ് ആണോ, ശ്വാസം ഡിസ്നിയ, ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടോ. ഇനി ഫേസിന്റെ കളറ്, സ്കിന്നിന്റെ ഫേസിലെ സ്കിന്നിന്റെ കളറ്, ലിപ്പിലെ കളറ്. പിന്നെ റെസ്പിറേഷന്റെ സമയത്ത് ആക്സസറി മസിലുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ. പിന്നെ നോക്കണത് ഇൻസ്പിറേറ്ററി ടു എക്സ്പിറേറ്ററി റേഷ്യോ, I/E റേഷ്യോ. നോട്ട് ദ I/E റേഷ്യോ എന്ന് വെച്ചാൽ ഇൻസ്പിറേറ്ററി ടു എക്സ്പിറേറ്ററി റേഷ്യോ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പൊ നമ്മളൊരു പേഷ്യന്റിന് നമ്മൾ ഫസ്റ്റ് ഇൻസ്പെക്ഷന്റെ സമയത്ത് അവരെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ബോഡി പാർട്സ് ആയിട്ട് നോസ്, തൊറാക്സ്, അവരുടെ സ്കിന്ന്, ലിപ്സ്, അതുപോലെ ഡിജിറ്റ്സ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ പലതരത്തിലുള്ള റെസ്പിറേറ്ററി പാറ്റേണുകളാണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി പാറ്റേണിനെ നമ്മൾ യൂപ്നിയ എന്ന് പറയും. എന്ത് പറയും? യൂപ്നിയ. ദാറ്റ് ഇസ് നോർമൽ റെസ്പിറേറ്ററി പാറ്റേൺ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റിൽ അതേ പിക്ചർ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. യൂപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് നോർമൽ ആയിട്ടുള്ളത്. അപ്പൊ നോർമൽ നമ്മുടെ റെസ്പിറേറ്ററി പാറ്റേൺ എത്രയായിരിക്കും? 12 to 20 ബ്രെത്ത് പെർ മിനിറ്റ് ആയിരിക്കും. ഓക്കെ. നമ്മുടെ ടൈഡൽ വോളിയം നമുക്കറിയാം 500 ml വരെ വരാം. റെഗുലർ റിതം ആയിരിക്കും. ഓക്കെ. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:2 ആയിരിക്കും. നമ്മുടെ AP ട്രാൻസ്വേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആയിരിക്കും. ഓക്കെ. അടുത്തതായിട്ട് ഹൈപ്പർ വെന്റിലേഷൻ. ഓക്കെ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഹൈപ്പർ ആണ് അല്ലെ, അപ്പൊ റേറ്റ് കൂടും. ഓക്കെ. അപ്പൊ ടൈഡൽ വോളിയം കൂടും. ഓക്കെ. റിതം പക്ഷെ അപ്പോഴും റെഗുലർ ആണ്. ഇനി എന്താണ്? ചിലപ്പോൾ ആൽക്കലോസിസ് കണ്ടീഷനിലോട്ട് വരാം. ആൽക്കലോസിസ് കണ്ടീഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് ലൂസ് വന്ന് നമ്മൾ അസിഡോസിസ്, ആൽക്കലോസിസ് ഒക്കെ പഠിക്കും. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് അസിഡോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ് എന്താണ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്താണെന്നുള്ളത്. അപ്പോൾ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള അവസ്ഥയാണല്ലേ, കൂടുതൽ പുറത്തു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അസിഡോസിസ് ഉണ്ടാവുന്നത്, ആസിഡ് ആയിട്ട് pH മാറുന്നത്. ആൽക്കലോസിസ് എന്ന് പറയുന്നത് കുറേ ആയിട്ട് ഓവറായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം പുറത്തു പോകുമ്പോൾ ആൽക്കലോസിസ് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ഇത് രണ്ടും ഹാംഫുൾ ആയിട്ടുള്ളതാണ്. pH-ൽ ഇത്രയും വ്യത്യാസങ്ങൾ വരുമ്പോൾ, കൂടിയാലും കുറഞ്ഞാലും. pH കുറയുമ്പോഴാണ് അസിഡോസിസും pH കൂടുമ്പോഴാണ് ആൽക്കലോസിസുമായിട്ടുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ യൂപ്നിയ നോർമൽ ആയിട്ടുള്ള റെസ്പിറേറ്ററി പാറ്റേൺ. ഹൈപ്പർ വെന്റിലേഷൻ ആണ് അടുത്തത് പറഞ്ഞത്. അടുത്തത് ടാക്കിപ്നിയ. ടാക്കിപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റാപ്പിഡ് ബ്രീത്തിങ് ആണ്. ടാക്കിപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, റാപ്പിഡ് ബ്രീത്തിങ് ആണ്. ഓക്കെ. ടാക്കിപ്നിയയിൽ എന്താണ്? റാപ്പിഡ് ബ്രീത്തിങ് ആണ്. അപ്പൊ ടാക്കിപ്നിയ എന്ന് പറയുന്നത് റാപ്പിഡും ബ്രാഡിപ്നിയ എന്ന് പറയുന്നത് റേറ്റ് സ്ലോ ആണ്. അപ്പൊ ടാക്കിപ്നിയ ഏപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ യൂപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ ബ്രീത്തിങ്. ടാക്കിപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നോർമൽ. ടാക്കിപ്നിയ എന്ന് പറയുന്ന റാപ്പിഡ് ബ്രീത്തിങ്. ബ്രാഡിപ്നിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോ ബ്രീത്തിങ്. ഇനി ആപ്നിയ എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെന്റ് ബ്രീത്തിങ്. ആപ്നിയ, A for absent. ആപ്നിയ ആബ്സെന്റ്, യൂപ്നിയ നോർമൽ, ടാക്കിപ്നിയ റാപ്പിഡ്, ബ്രാഡിപ്നിയ സ്ലോ.
ഓക്കെ, അതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ യൂപ്നിയയിൽ ടൈഡൽ വോളിയം നോർമൽ ആയിരിക്കും. ഇവിടെ വരുമ്പം നമ്മുടെ ഹൈപ്പർ വെന്റിലേഷനിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ റാപ്പിഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ഇങ്ങനെ റാപ്പിഡാണ്. അപ്പോൾ എന്താണ് ഇവിടെ ഓരോ ടൈഡൽ വോളിയം അടുത്തടുത്ത് റാപ്പിഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് സ്മോൾ ടൈഡൽ വോളിയം ആണ്, റെഗുലർ റിതമാണ്. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ചിലപ്പോൾ അത് റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുന്ന സിറ്റുവേഷനുമായിട്ട് അതുപോലെ വരാം. ഓക്കെ, അസിഡോസിസ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുമ്പോഴാണ് അസിഡോസിസ്. കാർബൺ ഡൈ ഓക്സൈഡ് ലോസ് കൂടുതലായിട്ട് നടക്കുമ്പോഴാണ് ആൽക്കലോസിസ്. അടുത്തതായിട്ട് ബ്രാഡിപ്നിയ എന്താണ്? അതേ, റേറ്റ് സ്ലോ ആണ്. റിതം റെഗുലർ ആണ്. I/E റേഷ്യോ 1:2. ആപ്നിയ എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആണ്. ഇനി അടുത്തത് ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ. എന്താണ് ഈ ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ? അവിടെ വേരിയബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു സൈക്ലിക്കൽ പാറ്റേണിലായിരിക്കും പോവാ. ഓക്കെ, എന്താണ്? ഒരു ആപ്നിയ വരും, പിന്നെ ഒരു ഹൈപ്പർ വെന്റിലേഷൻ വരും. എന്താണ് എഴുതി വെക്കണേ? ആപ്നിയ വന്നു, പിന്നെ ഒരു ഹൈപ്പർ വെന്റിലേഷൻ വന്നു. കണ്ടോ, ക്രസൻഡോ ഡിസെൻഡോ പാറ്റേൺ പറയും കേട്ടോ, ക്രസൻഡോ പാറ്റേൺ. അപ്പൊ ചെയിൻ സ്റ്റോക്സ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എഴുതി വെക്കേണ്ടത്? ഒരു ആപ്നിയ വരുന്നു, പിന്നെ ഒരു ഹൈപ്പർ വെന്റിലേഷൻ വരുന്നു. എന്താണ്? വേരിയബിൾ റേറ്റ്. എങ്ങനത്തെ റേറ്റ് ആണ്? വേരിയബിൾ റേറ്റ്. നമ്മള് ടാക്കിപ്നിയയിൽ റാപ്പിഡ് റേറ്റ് ആണ് പറഞ്ഞാൽ റാപ്പിഡ്, ബ്രാഡിപ്നിയ സ്ലോ, ഏപ്നിയ ആബ്സെന്റ്, യൂപ്നിയ നോർമൽ. ചെയിൻ സ്റ്റോക്സിൽ എന്താണ്? വേരിയബിൾ ആണ്. അത് പക്ഷെ എങ്ങനത്തെ വേരിയബിൾ? സൈക്ലിക്കൽ ആയിട്ടാണ് കേട്ടോ, സൈക്ലിക്കൽ. ഓക്കെ, ഒരു ആപ്നിയ, പിന്നെ ഒരു ഹൈപ്പർ വെന്റിലേഷൻ. ആപ്നിക് പീരീഡ് ഓൾട്ടർനേറ്റ് വിത്ത് ഹൈപ്പർ വെന്റിലേഷൻ. ആപ്നിയയും ഹൈപ്പർ വെന്റിലേഷനും ഇങ്ങനെ മാറി മാറി വരുന്നതിനെയാണ് നമ്മൾ ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത വേരിയബിൾ ആണ്, സൈക്ലിക്കൽ റേറ്റ്. അപ്പൊ ആദ്യം ആപ്നിയ ഹൈപ്പർ വെന്റിലേഷൻ, ദെൻ ആപ്നിയ ഹൈപ്പർ വെന്റിലേഷൻ, ഇങ്ങനെ സൈക്ലിക്കൽ ആയിട്ട് പൊക്കോണ്ടിരിക്കും. പിന്നെ ഉള്ളതൊന്നാണ് ബയോഡ്സ് റെസ്പിറേഷൻ. ബയോഡ്സ് എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാറ്റേണുകളാണ് നമ്മൾ പറയുന്നത്. നോർമൽ യൂപ്നിയ, ആബ്സെന്റ് ഏപ്നിയ, സ്ലോ ബ്രാഡിപ്നിയ, റാപ്പിഡ് ടാക്കിപ്നിയ. പിന്നെന്താണ്? ബയോഡ്സ് റെസ്പിറേഷനിലും വേരിയബിൾ റേറ്റാ. നമ്മൾ നേരത്തെ ചെയിൻ സ്റ്റോക്സും വേരിയബിൾ ആണ്. ഓക്കെ, ബയോഡ്സും വേരിയബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇറഗുലാരിറ്റി, അൺപ്രഡിക്റ്റബിൾ ആണ്. ചെയിൻ സ്റ്റോക്സ് എന്ന് വെച്ചാൽ ഒരു ചെയിൻ എങ്കിലും ആലോചിച്ചോ, നമ്മുടെ സൈക്കിൾ ചെയിൻ പോലെ സൈക്ലിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇവിടെ എന്ന് വെച്ചാൽ വേരിയബിൾ ആണ് കേട്ടോ. അപ്പൊ ഇറഗുലാരിറ്റിയും അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ആണെങ്കിൽ കുറേ നേരം ആപ്നിയ ഉണ്ടാവും, പിന്നെ എന്താണ്? ലോങ് പീരീഡ്സ് ഓഫ് ആപ്നിയ ഓൾട്ടർനേറ്റ് വിത്ത് ബ്രീത്തിങ് പീരീഡ്സ്. അപ്പൊ ഇതൊരു മൊത്തത്തിൽ വേരിയബിൾ ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ചെയിൻ സ്റ്റോക്സ് അങ്ങനെയല്ല, നമുക്കറിയാം ഒരു ആപ്നിയ ഹൈപ്പർ വെന്റിലേഷൻ അങ്ങനെ പോകും. പക്ഷെ ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്. ചിലപ്പോൾ ലോങ് പീരീഡ് ഓഫ് ആപ്നിയ ഒക്കെ വരാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഡേഞ്ചറസ് ആണ്. അടുത്തത് കുസ്മോൾസ് റെസ്പിറേഷൻ. അത് ഈ ഡയബറ്റിക് കീറ്റോ അസിഡോസിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ്. അവിടെ റാപ്പിഡ് റേറ്റ് ആണ്. ഓക്കെ, റിതമൊക്കെ റെഗുലർ ആയിരിക്കും. അത് കൂടുതലും ഇത് ക്വസ്റ്റ്യൻ വന്നതാണ് കേട്ടോ. Kussmaul's respiration is associated with diabetic ketoacidosis. Kussmaul's respiration is associated with diabetic ketoacidosis. അവിടെ എന്താണ്? റാപ്പിഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ആണ്. എങ്ങനത്തെ റിതം ഈസ് റെഗുലർ. റിതം എങ്ങനെയാണ്? റെഗുലർ ആണ്. അടുത്തത് ആപ്ന്യൂസ്റ്റിക് എന്ന് പറയുന്നു. അവിടെയും എന്താണ്? റാപ്പിഡ് ആയിട്ടുള്ള റേറ്റ് ആണ്, ഷാലോ ഡെപ്ത് ആണ്, പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ ഫോളോഡ് ബൈ ഷോർട്ട് ഇൻഎഫക്റ്റീവ് റെസ്പിറേഷൻ. അതാണ് ആപ്ന്യൂസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. അപ്പം നമ്മുടെ യൂപ്നിയ, ആപ്നിയ അതൊക്കെ ചോദിക്കാറുണ്ട്. ടാക്കിപ്നിയ, ബ്രാഡിപ്നിയ, ചെയിൻ സ്റ്റോക്സ്, ബയോഡ്സ്, കുസ്മോൾസ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ന്യൂസ്റ്റിക് മനസ്സിലാക്കി വെക്കുക, റാപ്പിഡ് റേറ്റ് ആണ്. അതുപോലെ പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ ഫോളോഡ് ബൈ ഇൻഎഫക്റ്റീവ് എക്സ്പിറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസ്പിറേറ്ററി പാറ്റേൺ നമുക്ക് മനസ്സിലായി. നോർമൽ പാറ്റേൺ എങ്ങനെയാണ്? 12 to 20 ബ്രെത്ത് പെർ മിനിറ്റാണ് വരുന്നത് അല്ലേ? അതിൽ തന്നെ അബ്നോർമൽ പാറ്റേൺസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു പഠിച്ചത്? നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നോർമൽ ബ്രീത്തിങ് പാറ്റേൺ എന്ന് പറയുന്നത് 12 to 20 ബ്രെത്ത് പെർ മിനിറ്റ് ആണ്. ടൈഡൽ വോളിയം 350 to 500 ml ആണ്. റെഗുലർ റിതമാണ്. ഹൈപ്പർ വെന്റിലേഷൻ പറഞ്ഞു, റേറ്റ് കൂടാം. ലാർജ് ടൈഡൽ വോളിയം. പിന്നെ മേ ബി അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ടാക്കിപ്നിയ എന്ന് പറയുന്നത് റാപ്പിഡ് റേറ്റ് ആണ്, മേ ബി അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി ആസിഡോസിസ്. ഓക്കെ, അടുത്തതായിട്ട് ബ്രാഡിപ്നിയ സ്ലോ റേറ്റ് ആണ്.
ഏപ്നിയ എന്താണ്? ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്. ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ എന്താണ്? വേരിയബിൾ ചെയിൻ, സൈക്ലിക്കൽ ആലോചിക്കുക. ഏപ്നിയ, ഹൈപ്പർ വെന്റിലേഷൻ, ഇങ്ങനെ മാറി മാറി വരും. ബയോട്സ് എന്ന് പറയുന്നത് ഒന്നും ഇറഗുലർ ആണ്, വേരിയബിൾ ആണ്, പക്ഷെ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കുറേ നേരമൊക്കെ ആപ്നിയൊക്കെ നിൽക്കാം. കുസ്മോൾസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ആലോചിക്കണം? യെസ്, ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ആൻഡ് ദ റേറ്റ് ഈസ് റാപ്പിഡ്. ആപ്നിയൂസ്റ്റിക്, ഹിയർ ഇസ് ഓൾസോ ദ റേറ്റ് ഈസ് റാപ്പിഡ് ആൻഡ് ദ ഡെപ്ത് ഈസ് ഷാലോ. ഇവിടെ ഡീപ്പാണ് കേട്ടോ. പ്രൊലോങ്ഡ് ഇൻസ്പിറേഷൻ ഫോളോഡ് ബൈ ഇൻഎഫക്റ്റീവ് ഷോർട്ട് എക്സ്പിറേഷൻ. അടുത്തത് ഹെഡ് ആൻഡ് നെക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഹെഡിലും നെക്കിലും എല്ലാം എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കുക. നമ്മുടെ ബ്രെത്തിന്റെ ഓർഡർ നോക്കുക. സ്പ്യൂട്ടോ ഉണ്ടോ എന്ന് നോക്കുക. മൂക്ക് നോക്കുക. നെയ്സൽ ഫ്ലെയറിങ്. ബ്രീത്തിങ് നോക്കുമ്പോൾ ബ്രീത്തിങ് നമ്മുടെ ലിപ്സ് എങ്ങനെയായിരിക്കും, ബ്രീത്ത് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കുന്നത്. മ്യൂക്കസ് മെംബ്രെയിന് സൈനോസിസ് ഉണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മൾ റെസ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്സസറി മസിൽസ് എല്ലാം കൂടെ ഉപയോഗിക്കുന്നുണ്ടോ, അതായത് സ്റ്റേണോ ക്ലീഡോമാസ്റ്റോയിഡ്, നമുക്കറിയാം ഈ കഴുത്തിൽ ഏറ്റവും വലിയ മസിലാണ് ഇവിടെ ഉള്ളത്, ഈ സ്റ്റേണോ ക്ലീഡോമാസ്റ്റോയിഡ്. അപ്പോൾ ആ മസിൽസിലെല്ലാം നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ എത്രത്തോളം മസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നൊക്കെ ശ്രദ്ധിക്കുക. ആക്സസറി മസിൽസിൻ്റെയൊക്കെ റോള് ശ്രദ്ധിക്കുക. പിന്നെ ചെസ്റ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ആൻഡ്രോ പോസ്റ്റീരിയർ ഡയമീറ്ററും ട്രാൻസ്വേഴ്സ് ഡയമീറ്ററും അല്ലെ. AP ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ നമ്മൾ 1:2 ആണ് നോർമൽ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് AP ഈസ് ടു, ഇമ്പോർട്ടൻ്റ് ആണ് എഴുതി വെക്കണേ, AP ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എത്രയാണ് നോർമൽ വരുന്നത്? 1:2. ഓക്കെ, അതാണ് നോർമൽ. ഇനി അല്ലാത്ത കേസസ് നോക്കിയേ, ഇത് ഏതാണെന്നറിയോ? ബാരൽ ചെസ്റ്റ്. ബാരൽ ചെസ്റ്റ് ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബാരൽ ചെസ്റ്റിൽ യെസ്, ദാറ്റ് ഈസ് ദ AP ഈസ് ടു, ഇവിടെ രണ്ടും ഒരുപോലെ അല്ലേ? AP ഈസ് ടു ട്രാൻസ്വേഴ്സ് 1:1. ഇനി അടുത്തത് പീജിയൻ ചെസ്റ്റ്. അപ്പൊ പീജിയൻ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? യെസ്, അവിടെ പെക്ടസ് കാരിനേറ്റം എന്നാണ് പറയുന്നത്. പിന്നെ ഫണൽ ചെസ്റ്റ്, അതിനെ പെക്ടസ് എക്സ്കവേറ്റം എന്ന് പറയുന്നു. പിന്നെ വളഞ്ഞിരിക്കുന്ന അല്ലെ തൊറാസിക് കൈഫോസ്കോളിയോസിസ്. അപ്പൊ ഇതെല്ലാം ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ഇതിൽ നിന്നെല്ലാം സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് അസസ്മെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം ബാരൽ ചെസ്റ്റ്. ബാരൽ ചെസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? ബാരൽ ചെസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? യെസ്, 1:1 റേഷ്യോ ആണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ AP ഈസ് ടു ട്രാൻസ്വേഴ്സ് 1:2. ഇതാണ് നോർമൽ ആയിട്ടുള്ളത്. ഇതല്ലേ നോർമല്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോണ ബാരല്. ബാരലിൽ എന്താ സംഭവിക്കണത്? AP ഡയമീറ്റർ കൂടും. AP ഡയമീറ്റർ കൂടി ട്രാൻസ്വേഴ്സിന് ഈക്വൽ ആകും. അപ്പൊ ഇവിടെ ബാരലിൽ AP ഈസ് ടു ട്രാൻസ്വേഴ്സ് എന്ന് പറയണത് 1:1. Barrel chest, AP is to transverse diameter is equal to 1:1. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ബാരൽ ചെസ്റ്റ് കാണുന്നത് എപ്പോഴാണ്? ക്രോണിക് ഡിസോർഡേഴ്സ്, വെന്റിലേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എംഫൈസിമ പോലെയുള്ള അസുഖമുള്ളവരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അടുത്തതായിട്ട് പീജിയൻ ചെസ്റ്റ്. പീജിയൻ ചെസ്റ്റ്, പീജിയൻ ചെസ്റ്റിന്റെ വേറൊരു പേര് പഠിച്ചു വെക്കൂ, പെക്ടസ് കാരിനേറ്റം. ഓക്കെ, പെക്ടസ് കാരിനേറ്റം. ഇത് ഫണൽ ചെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഫണൽ ചെസ്റ്റ് നമ്മൾ പറയുക, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഫണൽ ചെസ്റ്റ്. ഫണലിന്റെ ഓപ്പോസിറ്റ് പീജിയൻ. നമ്മൾ ബാരൽ പറഞ്ഞു, ബാരലിൽ AP കൂടിയിട്ട് APയും ട്രാൻസ്വേഴ്സും ഈക്വൽ ആയി. ക്ലിയർ ആണോ? യെസ്, ദ നെക്സ്റ്റ് വൺ ഈസ് പീജിയൻ ചെസ്റ്റ്. ദ അതർ നെയിം ഓഫ് പീജിയൻ ചെസ്റ്റ് ഈസ് പെക്ടസ് കാരിനേറ്റം. അപ്പൊ ഇത് ഫണൽ ഇതിലെന്താണ്? സ്റ്റേണം എന്ത് ചെയ്തു? ഫോർവേഡ് ആയിട്ട് വന്നിട്ട് എന്ത് കൂട്ടി? AP ഡയമീറ്റർ കുറച്ചുകൂടെ കൂട്ടി. പീജിയൻ ചെസ്റ്റിൽ AP ഡയമീറ്റർ കുറച്ചുകൂടെ കൂട്ടി. സ്റ്റേണം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇത് കണ്ടോ, AP ഡയമീറ്റർ ഇത്തിരിയും കൂടെ കൂടി. അത് കൂടുതലായിട്ട് വരുന്നത് ഈ പീജിയൻ ചെസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് ഏതാണ്? മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് കൺജനൈറ്റൽ ആയിട്ടുള്ള സെപ്റ്റൽ ഡിഫക്ട്സ്, ഏട്രിയൽ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ഏട്രിയൽ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന് ഡിഫക്റ്റ് ഉള്ളപ്പോൾ പീജിയൻ ചെസ്റ്റ് ഉണ്ടാവാം. അതുപോലെ റിക്കറ്റ്സ്, മാർഫൻ സിൻഡ്രോം, സിവിയർ പ്രൈമറി കൈഫോസ്കോളിയോസിസ്, ഇതെല്ലാം നമ്മുടെ പീജിയൻ ചെസ്റ്റ് ഉണ്ടാക്കാം. റിക്കറ്റ്സ്, മാർഫൻ സിൻഡ്രോം, സിവിയർ പ്രൈമറി കൈഫോസ്കോളിയോസിസ്, ഇതെല്ലാം പീജിയൻ ചെസ്റ്റ് ഉണ്ടാക്കാം. അടുത്തത് ഫണൽ ചെസ്റ്റ്.
ഫണൽ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, സങ്കൺ ചെസ്റ്റ്, കുഴിഞ്ഞിരിക്കും അല്ലേ? ഇവിടെ സങ്കണാണെന്ന് ആലോചിക്കുക. ഫണൽ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അതുപോലെ കുഴിഞ്ഞിരിക്കുന്നു. പെക്ടസ് എക്സ്കവേറ്റം. അപ്പൊ ഇവിടെ എന്താണ്, നമ്മുടെ പീജിയൻ ചെസ്റ്റിൽ സ്റ്റേർണം പുറത്തോട്ട് വന്നില്ലേ? പീജിയൻ ചെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഫണൽ ചെസ്റ്റ്. പീജിയൻ ചെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഫണൽ ചെസ്റ്റ്. പീജിയൻ ചെസ്റ്റില് ഈ നമ്മുടെ സ്റ്റേർണം ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വന്നു അല്ലെ? ഇതിന്റെ പേരെന്തായിരുന്നു? പെക്ടസ് കാരിനേറ്റം. പക്ഷെ ഇവിടെ എന്താണ്, സ്റ്റേർണം അങ്ങ് ഉള്ളിലോട്ട് പോയി അല്ലെ? ഇതിനെന്താ പറയാ? പെക്ടസ് എക്സ്കവേറ്റം. അപ്പൊ നോർമൽ ആൻട്രോ പോസ്റ്റീരിയർ ഡയമീറ്റർ ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ റേഷ്യോ ഈസ് 1:2. പക്ഷെ ബാരൽ ചെസ്റ്റിന്റെ കേസിൽ എ പി ഡയമീറ്റർ കൂടിയിട്ട് എ പി ഡയമീറ്റർ ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിന് ഈക്വൽ ആയപ്പോൾ ബാരൽ ചെസ്റ്റ് വന്നു. പിന്നെ നമ്മൾ പീജിയനും ഫണലും ഇത് രണ്ടും തമ്മിൽ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. പീജിയൻ ചെസ്റ്റിൽ ഇതിങ്ങനെ പുറത്തോട്ട് തള്ളി വന്നു, അതിനെ പെക്ടസ് കാരിനേറ്റം എന്ന് പറയുന്നു. നോർമൽ ആണോ? അല്ല, നോർമൽ അല്ല, അത് പുറത്തോട്ട് വന്നു. ഓക്കെ, അത് കൂടുതലായിട്ട് വരുന്ന പീജിയൻ ചെസ്റ്റ് കൂടുതലായിട്ട് കൺജനൈറ്റൽ ആയിട്ടുള്ള സെപ്റ്റൽ ഡിഫക്റ്റ്, ഏട്രിയൽ ഓർ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, റിക്കറ്റ്സ്, മാർഫൻ സിൻഡ്രോം, പ്രൈമറി കൈഫോസ്കോളിയോസിസിലാണ് വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി ഫണൽ ചെസ്റ്റ്. ഫണൽ ചെസ്റ്റിന്റെ കാര്യങ്ങൾ വരുന്നത് എപ്പോഴാണ്? മാർഫൻ സിൻഡ്രോമിലും കൺജനൈറ്റൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിലും ഒക്കെയാണ് ഇത് വരുന്നത്. കൺജനൈറ്റൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സിലൊക്കെയാണ്. അടുത്ത ഒരു കണ്ടീഷനാണ് തൊറാസിക് കൈഫോസ്കോളിയോസിസ്. ഏതാണ്? തൊറാസിക് കൈഫോസ്കോളിയോസിസ്. അപ്പൊ അത് നോക്കിയാൽ ഈ തൊറാസിക് കർവിന് ഒരു പ്രത്യേകത, ഒരു ഹമ്പ് പോലെ വന്നു അല്ലെ? ബാക്കിൽ ഒരു ഹഞ്ച്ഡ് ഓവർ അല്ലെങ്കിൽ ഒരു ഹഞ്ച് ബാക്ക് അപ്പിയറൻസ്. അതിന് കാരണം എന്തെങ്കിലും ജന്മനാ ഉള്ള ഡിഫക്റ്റുകളാകാം, അല്ലെങ്കിൽ ഈ വയസ്സ് കൂടുമ്പോഴേ ഏജിങ് ഒക്കെ വരുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് ആകാം, ഇനി സ്പൈനിന് TB വന്നതാവാം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആകാം, കുറേ നാൾ നമ്മുടെ പോസ്റ്റർ ശരിയല്ലാതിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കൂന് വന്നിട്ടാകാം. അതൊക്കെയാണ് തൊറാസിക് കൈഫോസ്കോളിയോസിസ്. അപ്പൊ സ്പൈൻ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഇതുപോലെ എന്താണ്, ബാക്കിൽ ഇങ്ങനെ നോർമൽ തൊറാസിക് കർവ് അല്ലാതെ ഒരു ഹഞ്ച്ഡ് ബാക്ക് അല്ലെ, ഒരു കൂന് പോലെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ നോർമൽ ചെസ്റ്റ് വാൾ എ പി ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ നോർമൽ ആയിരിക്കുന്നത് എത്രയാണ്? 1:2 ആണ്. ഇനി ബാരൽ ചെസ്റ്റിൽ 1:1 റേഷ്യോ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ഫണൽ ചെസ്റ്റും പീജിയൻ ചെസ്റ്റും കണ്ടു. പീജിയൻ ചെസ്റ്റിൽ എന്താണ്? യെസ്, അത് സ്റ്റേർണം പുറത്തോട്ട് ഇങ്ങനെ വന്നിട്ട് അതിനെയാണ് നമ്മൾ പീജിയൻ ചെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഫണൽ ചെസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേർണം ഉള്ളിലോട്ട് ഇങ്ങനെ എക്സ്കവേറ്റ് ചെയ്ത് അവിടെ ഒരു ഉള്ളിലോട്ട് അകത്തോട്ടാവുന്നതിന് നമ്മൾ ഫണൽ ചെസ്റ്റ് എന്ന് പറയുന്നു. പിന്നെ കൈഫോസ്കോളിയോസിസ് പറഞ്ഞു. നോർമൽ തൊറാസിക് കർവ് പോയിട്ട് ഒരു ഹഞ്ച്ഡ് ഓവർ അല്ലെങ്കിൽ ഒരു ഹഞ്ച് ബാക്ക് അപ്പിയറൻസ് വരുന്നതിനെയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇനി അടുത്തത് ചെസ്റ്റ് മൂവ്മെന്റ് നോക്കാം. അപ്പം നമ്മൾ ഒരാൾ ശ്വാസം വിടുമ്പോഴത്തേക്ക് നമ്മുടെ ചെസ്റ്റ് മൂവ്മെന്റ് നോക്കുക. നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 12 to 20 അല്ലെങ്കിൽ 22 ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഡെപ്തും റിതവും ഒക്കെ നോക്കണം. അപ്പം ചെസ്റ്റ് മൂവ്മെന്റ് നോക്കണം. നമ്മൾ നോർമൽ ബ്രെത്ത് റേറ്റ് പറഞ്ഞു, നോർമൽ ബ്രീത്തിങ് പാറ്റേൺ. നോർമലിന് നമ്മൾ എന്ത് പറഞ്ഞു? യൂപ്നിയ. ആബ്സെന്റ് ആണെങ്കിൽ നമ്മൾ തന്നെ കൊടുത്തു. പിന്നെ റാപ്പിഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? ടാക്കിപ്നിയ. സ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുത്തു? ബ്രാഡിപ്നിയ. ഇത് ഇത്രയും നോക്കണം കേട്ടോ. യൂപ്നിയ, ആപ്നിയ, ടാക്കിപ്നിയ ആൻഡ് ബ്രാഡിപ്നിയ. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? പിന്നെ നമ്മൾ കുസ്മോൾസ് റെസ്പിറേഷൻ, ഡയബറ്റിക് കീറ്റോഅസിഡോസിസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെയിൻ സ്റ്റോക്സ്. അപ്പൊ സൈക്ലിക്കൽ ആലോചിക്കുക, ഏപ്നിയ ആൻഡ് ഹൈപ്പർ വെന്റിലേഷൻ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നത്. ബയോട്സ് അല്ലെ, അത് റാപ്പിഡ് ആണ്, അത് ഇറഗുലർ ആണ് അല്ലെ, മൊത്തത്തിൽ ഇറഗുലാരിറ്റീസ് അൺപ്രഡിക്റ്റബിൾ അങ്ങനെ വരുന്നുണ്ട്. യെസ്. അപ്പൊ ഇങ്ങനെയുള്ള കുറേ കേസസ് നമ്മൾ ആ ബോക്സിൽ കണ്ടിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നോർമൽ ആയിട്ടുള്ള യൂപ്നിയ എന്ന് പറയുന്നത് നോർമൽ റെസ്പിറേറ്ററി റേറ്റ് 12 to 22 ബ്രെത്ത് പെർ മിനിറ്റ്. യെസ്, ക്ലിയർ ആണോ? അപ്പൊ ചെസ്റ്റ് വാളിന്റെ കാര്യം പറഞ്ഞു, ചെസ്റ്റ് മൂവ്മെന്റ് പറഞ്ഞു, ബ്രീത്തിങ് പാറ്റേൺ പറഞ്ഞു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഫിംഗറും ടോസും, കൈയിലെയും കാലിലെയും വിരലുകളും ഒക്കെ നോക്കണം. കാൽവിരലുകളും കൈവിരലുകളും നോക്കണം. ക്ലബിങ് ഉണ്ടോ എന്നാ നോക്കേണ്ടത്. ഒരു നോർമലി നോക്കിയേ, നോർമൽ ഒരു വിരലില് എന്താണ്, ഒരു ആംഗിൾ ഉണ്ടാവും, നോർമൽ ആംഗിൾ ഉണ്ടാവും. ക്ലബ്ഡ് ആണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും കേട്ടോ, കുറച്ചിങ്ങനെ മുകളോട്ടായിട്ടിരിക്കും. അതിന് ക്ലബ്ഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ക്ലബിംഗ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത് കൂടുതലും ഉണ്ടാവുന്നത് ബ്രോങ്കിയക്ടാസിസ് ഉള്ളവരിൽ, പൾമിനറി ഫൈബ്രോസിസ് ഉള്ളവരിൽ, ലങ് ക്യാൻസർ ഉള്ളവരിൽ. ഇതൊക്കെയാണ് പൾമിനറി ഫൈബ്രോസിസ്, ലങ് ക്യാൻസർ, ബ്രോങ്കിയക്ടാസിസ്. ഓക്കെ, ക്രോണിക് ഹൈപ്പോക്സിയ ഒക്കെ വരുന്നവരിലും കാണാം കേട്ടോ. അപ്പം അങ്ങനെയുള്ള അത്രയും ബുദ്ധിമുട്ടുള്ളവരിൽ, ലങ് ക്യാൻസർ, പൾമിനറി ഫൈബ്രോസിസ്, ബ്രോങ്കിയക്ടാസിസ് ഒക്കെ ഉള്ളവരിൽ നമ്മൾ എന്ത് കാണും? ഇതുപോലെയുള്ള ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം നമ്മൾ നോക്കിയേ, ഇത് പിക്ചർ ടെക്സ്റ്റിൽ അതേ പിക്ചറാണ് കേട്ടോ. നോർമലി ഒരു 160 ഡിഗ്രി ആംഗിൾ കാണും, നോർമലാണ് ഇത്. ഇനി ക്ലബിങ് തുടങ്ങുമ്പോൾ അതിങ്ങനെ പരന്ന് വരുവേ. എല്ലാവരും വിരലുകളൊക്കെ എടുത്ത് വെച്ച് നോക്കണം കേട്ടോ, ഒരു ആംഗിൾ ഉണ്ടോ എന്നുള്ളതൊക്കെ. അപ്പം പിന്നെ ഒരു 180 ഡിഗ്രി പരന്ന് വരുന്നത് ക്ലബിങ് വരാൻ പോവാ. പിന്നെ നോക്കിയേ, അഡ്വാൻസ്ഡ് ക്ലബിങ്ങിൽ ഇങ്ങനെ ഇരിക്കും, 180 ഡിഗ്രിയേക്കാളും കൂടുതൽ. അപ്പം നോർമൽ ഡിജിറ്റിൽ ഇപ്പം എ കാണിച്ചിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു വിരൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നോർമൽ ഡിജിറ്റിൽ ആംഗിൾ 160 ഡിഗ്രി. പിന്നെ എന്താണ്, ഒരു 180 അങ്ങ് താഴ്ന്നു. അപ്പം അത് ഏർലി ക്ലബിങ്. അഡ്വാൻസ്ഡ് ക്ലബിങ്ങിൽ ഇങ്ങനെ റൗണ്ടഡ് നെയിലായിരിക്കും. നമ്മൾ ക്ലബിങ് എങ്ങനെയാണ്? ഷ്വാംറൂത്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ക്ലബിംഗ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ, എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ്? ക്ലബിംഗ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷാംറൂത്ത് ടെക്നിക്ക്. അതെങ്ങനെയാണ്? അത് നമ്മൾ വിരൽ വെച്ച് നോക്കണം. അത് നമ്മൾ ക്ലയന്റിനോട് അവരുടെ റിംഗ് ഫിംഗേഴ്സ് ഒരുമിച്ച് വെക്കണം, വൈൽ എക്സ്റ്റെൻഡിങ് ദി അതർ ഫിംഗേഴ്സ് ടു ഹോൾഡ് ദ ഹാൻഡ്സ് അപ്പ്. ഓക്കെ, അപ്പം നമ്മൾ 2 റിംഗ് ഫിംഗർ ആണ് ഇങ്ങനെ വെച്ച് നോക്കേണ്ടത്. അപ്പം റിംഗ് ഫിംഗർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ ഫിംഗേഴ്സും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അപ്പം നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് ഇടയ്ക്ക് കിട്ടണം. ദാ ഇങ്ങനെ കിട്ടണം. എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയേ റിംഗ് ഫിംഗേഴ്സ്. നമ്മുടെ റിംഗ് ഫിംഗർ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാ ഫിംഗേഴ്സ് ഇതായിട്ട് നമുക്കൊരു ഡയമണ്ട് ഷേപ്പ് ഇടയിൽ വരണം. ഇറ്റ് ഈസ് നോർമൽ. അങ്ങനെയാണെങ്കിൽ ഇത് നോർമലാണ്. ഇതിനെയാണ് നമ്മൾ ഷാംറോത്ത് ടെക്നിക്ക് എന്ന് പറയുന്നത്. ക്ലബിംഗ് മനസ്സിലായോ? ക്ലബിംഗ് നോർമലി ഒരു 160 ഡിഗ്രി ആ ഒരു വളവ് വരാം. 180 ആയിക്കഴിഞ്ഞാൽ അത് ഏർലി ക്ലബിംഗ് ആണ്. 180 കൂടിയാൽ അതിന് അഡ്വാൻസ്ഡ് ക്ലബിംഗ് എന്ന് പറയുന്നു. ഓക്കെ ആണോ? അത് ക്ലബിംഗ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ ഷാംറോത്ത് ടെക്നിക്ക് എന്ന് പറയുന്നു. എങ്ങനെയാണ്? റിംഗ് ഫിംഗറിനെ ഇങ്ങനെ ഒരുമിച്ച് വെച്ച് ബാക്കി ഫിംഗേഴ്സ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക, കൈ പൊക്കി വെക്കുക, എന്നിട്ട് അതിനിടയിൽ ഒരു ഡയമണ്ട് ഷേപ്പ് സ്പേസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ. എന്ത് ഷേപ്പാ? ഡയമണ്ട് ഷേപ്ഡ് സ്പേസ്. ഇതെന്ത് ടെക്നിക്കാണ്? ഷാംറോത്ത് ടെക്നിക്ക്. ഓക്കെ ആണോ? അപ്പൊ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷനിൽ കുറേ കാര്യങ്ങൾ, നോസിന്റെ കാര്യം നോക്കി, അതിനുശേഷം നമ്മൾ തൊറാക്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കി, ചെസ്റ്റിന്റെ കാര്യം അല്ലെ, ചെസ്റ്റ് വാൾ എങ്ങനെയാണ്, AP ട്രാൻസ്വേഴ്സ് ഡയമീറ്ററിന്റെ കാര്യം നോക്കി. അപ്പൊ അതിൽ തന്നെ നോർമൽ AP ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ റേഷ്യോ 1:2 ആണ്. പിന്നെ ബാരൽ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് AP ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ റേഷ്യോ 1:1 ആണ്. പിന്നെ പീജിയൻ ചെസ്റ്റും ഫണൽ ചെസ്റ്റും, പീജിയൻ ചെസ്റ്റിൽ സ്റ്റേണം ഇങ്ങനെ പുറത്തോട്ട് വരും, പെക്ടസ് കാരിനേറ്റും. ഫണൽ ചെസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ്, സ്റ്റേണം അകത്തോട്ട് പോകും, പെക്ടസ് എക്സ്കവേറ്റും. ടൈഫ് പിന്നെ ഒരു പുറകിൽ കൂന് പോലെ വരുന്ന അല്ലെ തൊറാസിക് കൈഫോസ്കോളിയോസിസ്. ഇത്രയും കണ്ടീഷൻ പറഞ്ഞു. പിന്നെ ചെസ്റ്റ് വാളിന്റെ മൂവ്മെന്റ് നോക്കണം. നോർമൽ യൂപ്നിയ 12 to 20 per minute, ആബ്സെന്റ് ആണെങ്കിൽ ഏപ്നിയ. ബ്രാഡിപ്നിയ എന്ന് പറയുന്നത് സ്ലോ റേറ്റ് ആണെങ്കിൽ. ടാക്കിപ്നിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്കിപ്നിയ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ബയോട്സ് റെസ്പിറേഷൻ കണ്ടു, കുസ്മോൾസ് റെസ്പിറേഷൻ കണ്ടു, ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ കണ്ടു. ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയയാണ്. അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അടുത്തത് പാൽപേഷൻ നോക്കാം. പാൽപേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൈ ഉപയോഗിച്ച് ഫീൽ ചെയ്ത് നോക്കുക അല്ലെ എല്ലാ സംഭവങ്ങളും. അപ്പൊ പാൽപേഷനിൽ നമ്മൾ നോക്കുക, മൂക്കിൽ തൊട്ട് നോക്കുക, എന്തെങ്കിലും വേദനയുണ്ടോ? ടെൻഡർ എന്ന് പറഞ്ഞാൽ തൊടുമ്പോൾ വേദനയ്ക്കുന്നതാണ് ടെൻഡർനെസ് എന്ന് പറയുന്നത്. അപ്പം മൂക്ക് തൊട്ട് നോക്കുമ്പോൾ വേദനയൊന്നുമില്ല, വല്ല മാസസോ എന്തെങ്കിലും മുറിവോ ലീഷൻസോ വല്ലതും ഉണ്ടോ? ഇനി സൈനസസ് ഒക്കെ തൊട്ട് നോക്കുക, അവിടെ വല്ല വേദനയുണ്ടോ, അവിടെ വല്ല സ്വെല്ലിംഗ് ഉണ്ടോ, അവിടെ വല്ല നീരോ ബോഗിനസോ ഉണ്ടോ? ഇനി ട്രക്കിയ നടുക്ക് തന്നെയാണോ, അത് മൊബൈലാണോ, ഒന്ന് നീക്കി അനക്കി നോക്ക്. പിന്നെ അത് നോർമലിലോട്ട് പോയി നിൽക്കണം. ക്രെപ്പിറ്റസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. തൊറാക്സ് നോക്കണം. തൊറാക്സിൽ നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കും. ചെസ്റ്റ് വാൾ സിമെട്രിക്കൽ ആണോ, സ്മൂത്ത് ആണോ, എവിടെ വല്ല തൊറാക്സിൽ വല്ല ലംബോ മാസസോ ഉണ്ടോ, തൊടുമ്പോൾ എവിടെയെങ്കിലും വേദനയുണ്ടോ, ക്രെപ്പിറ്റസ് ഉണ്ടോ, പിന്നെ തൊറാസിക് എക്സ്കേർഷൻ സിമെട്രിക്കൽ ആണോ,
ടാക്ടൈൽ ഫ്രെമിറ്റസ് ഉണ്ടോ എന്നുള്ളത്. തൊറാസിക് എക്സ്കേർഷൻ എന്ന് പറയുന്നത് അത് നോക്കും, അത് സിമെട്രിക്കൽ ആണോ എന്നുള്ളത് നോക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കൊക്കെ ഉള്ള അവിടെ ചെസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് ഒക്കെ അളന്ന് നോക്കുവേ. അപ്പോൾ ഈ ഫുൾ ഇൻഹെയിൽ ചെയ്യുന്നതിന് മുന്നേ, അത് ഇൻഹെയിൽ ചെയ്യുന്നതിന് മുന്നേയും അതുപോലെ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടും, അപ്പോൾ കംപ്ലീറ്റ് എക്സലേഷന് ശേഷവും ശ്വാസം വലിക്കുന്നതിന് മുന്നും ശ്വാസം കംപ്ലീറ്റ് ഉള്ളിലുള്ളപ്പോഴും തമ്മിലുള്ള ചെസ്റ്റിന്റെ വോൾ വ്യത്യാസമൊക്കെ നോക്കും. അങ്ങനെയാണ് നമ്മൾ തൊറാസിക് എക്സ്കേർഷൻ, അതുപോലെ ഡയഫ്രമാറ്റിക് എക്സ്കേർഷൻ ഒക്കെ നോക്കുന്നത്. പിന്നെ നമ്മൾ ടാക്ടൈൽ ഫ്രെമിറ്റസ് നോക്കും. അതെങ്ങനെ നോക്കും എന്നൊക്കെ പറയും. അപ്പം നമ്മൾ സംസാരിക്കുന്ന സമയത്തുള്ള മൂവ്മെന്റ്സ് ഒക്കെ നോക്കും. അപ്പം ഇങ്ങനെ ഇതെല്ലാം നമ്മൾ തൊറാക്സ്, നമ്മൾ എന്തെങ്കിലും ഒരു 99, 1, 2, 3 ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ അതിൽ എന്താണ് ഉണ്ടാവുന്ന വൈബ്രേഷൻസ് ശ്രദ്ധിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പാൽപേഷൻ തൊട്ട് നോക്കി, കൈകൊണ്ട് തൊട്ട് നോക്കി കാര്യം മനസ്സിലാവുന്നതാണ്. അപ്പം നോസ് നോക്കും, സൈനസസ് നോക്കും അല്ലെ, ഫ്രോണ്ടൽ, എത്മോയിഡൽ, അതുപോലെ മാക്സിലറി, സ്ഫിനോയിഡ്, സൈനസസ് നോക്കും. പിന്നെ ട്രക്കിയ നോക്കും, മിഡ് ലൈൻ ആണോ, മൊബൈൽ ആണോ, ക്രെപ്പിറ്റസ് ഉണ്ടോ, തൊറാക്സ് നോക്കും. ഓക്കെ, തൊറാക്സിലും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കറിയാം ട്രക്കിൽ നിറയെ സി ഷേപ്ഡ് കാർട്ടിലേജ് ഒക്കെ ഉള്ള ട്രക്കിയല്ല. അപ്പോൾ അത് ഇത്തിരി മൂവബിൾ ആണ്, പക്ഷെ നല്ല മിഡ് ലൈനിലോട്ട് പോകും ആഫ്റ്റർ ഡിസ്പ്ലേസ്മെന്റ്. അല്ല, അവിടെ ഇനി വല്ല മാസുണ്ട്, ഗോയിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ വല്ല ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ ട്രക്കിയ ഡിസ്പ്ലേസ് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? ട്രക്കിയ നോക്കുക. ട്രക്കിയ യൂഷ്വലി സ്ലൈറ്റ്ലി മൂവബിൾ ആണ്, മിഡ് ലൈൻ പൊസിഷനിലോട്ട് വരും ആഫ്റ്റർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഒരു ചെസ്റ്റ് മാസ് അല്ലെങ്കിൽ ഗോയിറ്റർ അല്ലെങ്കിൽ അക്യൂട്ട് ചെസ്റ്റ് ഇഞ്ചുറി ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ട്രക്കിയയുടെ ഡിസ്പ്ലേ മാറുന്നത്. അല്ലെങ്കിൽ അത് കറക്റ്റ് നടുക്ക് തന്നെ ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. പിന്നെ ചെസ്റ്റ് വാള് നോക്കണം. അപ്പോൾ ചെസ്റ്റ് വാള് നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, തൊടുമ്പോൾ വേദനയുണ്ടോ, ക്രെപ്പിറ്റസ് ഉണ്ടോ, മസിൽ ടോൺ ഉണ്ടോ, അവിടെ വല്ല നീരോ വേദനയൊക്കെ ഉണ്ടോ, പിന്നെ നമ്മൾ സംസാരിക്കാൻ പറയും. അപ്പോൾ എന്നിട്ട് നമ്മൾ വൈബ്രേഷൻ നോക്കും. അതിനെയാണ് ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്ന് പറയുന്നത്. അതെന്താണ്? ഈ ചെസ്റ്റ് വാളിലൂടെ എയർ പോകുന്നത്, ആ വൈബ്രേഷൻ നമ്മൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ 99, 99, 99 അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞിട്ട് നമ്മൾ നോക്കും. ആ വൈബ്രേഷൻ നമ്മൾ നോക്കും. അതിനെയാണ് നമ്മൾ ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ്, ബാക്കിൽ പോസ്റ്റീരിയർ ചെസ്റ്റ് വാൾ ആണ്. ഒരാളുടെ ബാക്കിൽ കണ്ടോ, അസസ് ചെയ്യുന്നതാണ് ആളുടെ പോസ്റ്റീരിയർ ചെസ്റ്റ് വാൾ ആണ് നമ്മൾ പാൽപേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്നിട്ട് നമ്മൾ അയാളോട് എന്താ പറയാൻ പറയുന്നത്? 99 എന്ന് പറയാൻ പറയും. ഓക്കെ, അപ്പൊ വൈബ്രേഷൻസ് നമ്മുടെ ലാരിങ്സിലൂടെ, എയർവേസിലൂടെ പോകുന്നത് നമുക്ക് ചെസ്റ്റ് വാളിൽ പാൽപേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും നോക്കുക, ബോത്ത് സൈഡ്സിലും വൈബ്രേഷൻസ് ഒരുപോലെ ആണോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ സ്ട്രോങ് വൈബ്രേഷൻസ് ഫെയിൽ ചെയ്യുന്നത് എവിടെയാണ്? പിന്നെ അത് തന്നെ കൂടിയാലും പ്രശ്നമോ കുറഞ്ഞാലും പ്രശ്നമോ. ഓക്കെ, അപ്പോൾ കൂടുതൽ ഉണ്ടാവുന്നത് ലങ്ങിൽ വല്ല നല്ല സോളിഡ് ആയിട്ട് ലങ് ഇരിക്കുമ്പോൾ ഒക്കെയാണ് കൂടുതൽ ഫ്രെമിറ്റസ് ഉണ്ടാവുന്നത്. കുറവുണ്ടാവുന്നത് ലങ്ങിൽ എയർ കൂടുതലായിട്ടുള്ളപ്പോൾ ആയിരിക്കും കുറവുണ്ടാവുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ചേഞ്ചസും ഇൻറ്റൻസിറ്റിയൊക്കെ ഒരുപോലെ ആണോ എന്നൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ അത് ടാക്ടൈൽ ഫ്രെമിറ്റസ് പോസ്റ്റീരിയർ ചെസ്റ്റ് വാളിൽ കൈ വെച്ചിട്ട് ആ രണ്ട് സൈഡിലും നമുക്ക് ഒരുപോലെ വൈബ്രേഷൻ കിട്ടുന്നുണ്ടോ? വൈബ്രേഷൻ ഓവറായിട്ട് കിട്ടുകയാണെങ്കിൽ ലങ്ങിൻ്റെ കൺസോളിഡേഷൻ ആകാം കാരണം. കുറവ് കിട്ടുന്നത് അവിടെ എയർ മാത്രമേ ഉള്ളൂ, എയർ കൂടുതലാണ്, അതുകൊണ്ട് വൈബ്രേഷൻ എന്താണ്, കുറവാണ്. പക്ഷെ വൈബ്രേഷൻ കൂടുതലാണ് എന്തുകൊണ്ട്? നമ്മുടെ സോളിഡ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ടാക്ടൈൽ ഫ്രെമിറ്റസും നോക്കണം. അപ്പം നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളായിരുന്നു, തൊട്ടു നോക്കുന്ന കാര്യങ്ങളെയാണ് നമ്മുടെ പാൽപേഷനിൽ ഇൻക്ലൂഡ് ചെയ്തത് അല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അസസ്മെന്റ് ആണ് പഠിച്ചത്. അതിൽ ഇൻസ്പെക്ഷൻ ചെയ്യുമ്പോഴും പാൽപേഷൻ ചെയ്യുമ്പോഴുമുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following is a normal finding during the inspection of nose in a healthy adult? Flaring of nostrils, mucosa dry and pale, septum midline without masses or perforation, presence of nasal discharge. ഇതിൽ ഏതായിരിക്കും വരിക? ഏതായിരിക്കും നോർമൽ ഫൈൻഡിങ് എന്ന് പറയുന്നത്? അതെ, ഫ്ലെയറിംഗ് എന്ന് പറയുന്നത് നോസ്ട്രിൽസ് ഇങ്ങനെ കിടന്ന് ഫ്ലെയർ ചെയ്യുന്നത് നോർമൽ ആണോ? അല്ല. മ്യൂക്കോസ ഡ്രൈ ആൻഡ് പെയിലും അല്ല, മ്യൂക്കോസ കുറച്ച് മോയിസ്റ്റ് ആയിരിക്കണം, നല്ല പിങ്കിഷ് ആയിരിക്കണം. പിന്നെ നെയ്സൽ ഡിസ്ചാർജ് ഉള്ളതും നോർമൽ അല്ല. അപ്പം നോർമൽ ആയിട്ടുള്ളത് ഏതാണ്? സെപ്റ്റം നടുക്ക് വരുന്നത് അല്ലേ. യെസ്, സെപ്റ്റം മിഡ് ലൈനിൽ വരുന്നു, മാസസോ പെർഫറേഷനോ ഒന്നും ഇല്ലാത്തതാണ് നോർമൽ. അടുത്തത് ആൻഡ്രോ പോസ്റ്റീരിയർ ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ റേഷ്യോ ഓഫ് എ ഹെൽത്തി അഡൾട്ട്സ് തൊറാക്സ് എത്രയാണ്? AP ഈസ് ടു ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? അതെ, 1:2 ആണ്. അടുത്തത്
Which of the following is not a normal finding during the inspection of the respiratory system? Regular, quiet, unlabored breathing, use of accessory muscles during breathing, even color of the thorax, nail beds pink with immediate capillary refill. ഇതില് നോർമൽ ഫൈൻഡിങ് അല്ലാത്തത് ഏതാണ്? ഏതായിരിക്കും? അത് ആക്സസറി മസിലുകളൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? അല്ലാതെ റെഗുലർ ക്വൈറ്റ് അൺലേബേർഡ് ബ്രീത്തിങ് നോർമലാണ്, ഈവൻ കളർ ഓഫ് തൊറാക്സ് നോർമലാണ്, നെയിൽ ബെഡ് പിങ്ക് വിത്ത് ഇമ്മൻസ് കാപ്പിലറി റീഫിൽ നോർമലാണ്. പക്ഷേ ആക്സസറി മസിലിനെയും കൂടെ ബ്രീത്തിങ്ങിന് ഉപയോഗിക്കുന്നത് നോർമൽ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് റെസ്പിറേറ്ററി റേറ്റ് റേഞ്ച് ഈസ് കൺസിഡേർഡ് നോർമൽ ഫോർ എ ഹെൽത്തി അഡൾട്ട്? എത്രയാണ് നമ്മൾ പറയുന്നത്? യെസ്, 12 to 20. നമ്മൾ അതിന് എന്ത് പറയുന്നു? യുപ്നിയ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ നോർമൽ റെസ്പിറേറ്ററി റിതം? നമ്മൾ ഇതിൽ ഏതായിരിക്കും നോർമൽ? അതെ, റെഗുലർ ആയിരിക്കും അല്ലെ? അതിന്റെ റിതം റെഗുലർ ആയിരിക്കും വിത്ത് ഒക്കേഷണൽ സൈ. അടുത്തത്, വിച്ച് ബ്രീത്തിങ് പാറ്റേൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി ആൽക്കലോസിസ്? അപ്പോൾ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, കാർബൺ ഡൈ ഓക്സൈഡ് ഓവറായിട്ട് പുറത്തോട്ട് പോയി അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഓവറായിട്ട് പുറത്തോട്ട് പോയിട്ട് ഡ്യൂ ടു കാർബൺ ഡൈ ഓക്സൈഡ് ലോസ് കാരണമാണ്. അപ്പോൾ ഉണ്ടാവുന്ന ബ്രീത്തിങ് പാറ്റേൺ എങ്ങനെയായിരിക്കും ആൽക്കലോസിസിൽ? പഠിച്ചു വെക്കണേ. റാപ്പിഡ് ഡീപ്പ് ബ്രീത്തിങ്, റാപ്പിഡ് ഡീപ്പ് ബ്രീത്തിങ്. അടുത്തത്, വിച്ച് ബ്രീത്തിങ് പാറ്റേൺ ഈസ് കോമൺലി സീൻ ഇൻ ഡയബറ്റിക് കീറ്റോഅസിഡോസിസ്? ചെയിൻ സ്റ്റോക്സ്, കുസ്മോൾ, ബയോഡ്സ്, ഏപ്നിയ. ഏതാണ് ഡയബറ്റിക് കീറ്റോഅസിഡോസിസിൽ കാണുന്നത്? അതേ, കുസ്മോൾസ് റെസ്പിറേഷൻ ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിറ്റൻഷൻ ആൻഡ് റെസ്പിറേറ്ററി അസിഡോസിസ്? റാപ്പിഡ് ഡീപ് ബ്രീത്തിങ്, സ്ലോ ഷാലോ ബ്രീത്തിങ്, റാപ്പിഡ് ഷാലോ ബ്രീത്തിങ്, കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്. ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിറ്റൻഷനും റെസ്പിറേറ്ററി അസിഡോസിസിലും കാണുന്നത്? ഏതായിരിക്കാം? റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഓവറായിട്ട് റീറ്റെയിൻ ചെയ്യുന്ന അവസ്ഥയാണ്. ഓക്കെ, അപ്പൊ അവിടെ എങ്ങനത്തെ ആയിരിക്കും? യെസ്, റാപ്പിഡ് ഷാലോ ബ്രീത്തിങ്. അപ്പൊ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് റീറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? മറ്റടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലോസ്. പഠിച്ചു വെക്കണം, രണ്ടും പഠിച്ചു വെക്കണം. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എപ്പോഴാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ വെച്ചൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വരും. നമ്മളത് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് സാമ്പിളിംഗ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. പാർഷ്യൽ പ്രഷർ വെച്ച് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കേട്ടോ. PYQയിൽ നമ്മളത് അവിടെ പഠിക്കുന്നതായിരിക്കും. വാട്ട് ഡസ് എ റെസ്പിറേറ്ററി I:E, ദാറ്റ് ഈസ് ഇൻസ്പിറേറ്ററി ടു എക്സ്പിറേറ്ററി റേഷ്യോ ഓഫ് 1:2 ഇൻഡിക്കേറ്റ്? ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുക? എക്സ്പിറേഷൻ ട്വൈസ് ആണല്ലേ? 1:2. അപ്പൊ എക്സ്പിറേഷൻ ട്വൈസ് ആസ് ലോങ് ആസ് ഇൻസ്പിറേഷൻ. അടുത്തത്, വിച്ച് ബ്രീത്തിങ് പാറ്റേൺ ഇൻവോൾവ്സ് ഓൾട്ടർനേറ്റിംഗ് ആപ്നിയ വിത്ത് ഹൈപ്പർ വെന്റിലേഷൻ? ആപ്നിയയും ഹൈപ്പർ വെന്റിലേഷനും ഇങ്ങനെ മാറി മാറി വരുന്നതിന് എന്ത് നമ്മൾ പറയുന്നു? സൈക്ലിക്കൽ ആയിട്ട് വരുന്നുണ്ട് അല്ലെ? അതിനെ നമ്മൾ ചെയിൻ സ്റ്റോക്സ് റെസ്പിറേഷൻ എന്ന് പറയുന്നു. Which of the following findings is abnormal in a healthy adult's respiratory assessment? Regular respiratory rhythm, unpredictable irregularity in breathing pattern, nail beds pink with immediate capillary refill, quiet unlabored breathing. ഇതിൽ ഏതാ abnormal ആയിട്ടുള്ള ഫൈൻഡിങ്സ്? അതെ, ബ്രീത്തിങ് പാറ്റേണിൽ അൺപ്രഡിക്റ്റബിൾ ഇറഗുലാരിറ്റി. അത് നമ്മൾ കൂടുതൽ കാണുന്നത് എവിടെയാണ്? നമ്മുടെ ബയോഡ്സ് ബ്രീത്തിങ്ങിലാണ് അല്ലേ? കംപ്ലീറ്റ്ലി ആബ്സെന്റ് ബ്രീത്തിങ് പാറ്റേൺ, ആബ്സെന്റ് ബ്രീത്തിങ് പാറ്റേൺ ആണെങ്കിൽ we can tell this as apnea. Correct? Yes. What respiratory pattern is characterized by long periods of apnea alternating with breathing? Apnea alternating with breathing ആണ് നമ്മുടെ ബയോഡ്സ്. പക്ഷേ ഇറഗുലാരിറ്റീസ് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ നോർമൽ ഹെൽത്തി അഡൾട്ട്സ് റെസ്പിറേറ്ററി സിസ്റ്റം? റെസ്പിറേഷൻസ് ആർ ക്വയറ്റ് ആൻഡ് അൺലേബേർഡ്, യൂസ് ഓഫ് ആക്സസറി മസിൽസ് ഫോർ ബ്രീത്തിങ്, കാപ്പിലറി റീഫിൽ ഇസ് ഇമ്മീഡിയറ്റ് അപ്പോൺ ബ്ലാഞ്ചിങ്, നോ സൈൻസ് ഓഫ് ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ്. ഏതാണ് ഒരു നോർമൽ ഹെൽത്തി അഡൾട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? ആക്സസറി മസിൽസിൻ്റെത് അല്ലേ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. During the inspection of head and neck, which of the following should be noted for abnormalities that could interfere with respiration? Hair color and texture, order of breath and presence of sputum, length of the neck, shape of the skull. ഇതിൽ ഏതാ വരിക? യെസ്, നമ്മൾ നോക്കും. ബ്രെത്തിന്റെ ഓർഡർ നോക്കും, അതുപോലെ സ്പ്യൂട്ടത്തിൽ ഉണ്ടോ പ്രസൻസും നോക്കും.
അടുത്തത് ദ യൂസ് ഓഫ് വിച്ച് മസിൽ ഇൻഡിക്കേറ്റ്സ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. ഏത് മസിലാണ്? യെസ്, നമ്മുടെ ഈ നെക്കിലുള്ള സ്റ്റേർണോക്ലിഡോമാസ്റ്റോയിഡ്, അതെല്ലാം മസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. What is a characteristic feature of a barrel chest? Depressed sternum, increased AP diameter equal to transverse diameter, sternum jutting forward, decreased chest wall movement. എന്തായിരിക്കും നമ്മുടെ ബാരൽ ചെസ്റ്റില്? AP is to transverse 1:1, normal 1:2. യെസ്, ഈ AP കൂടിയിട്ട് രണ്ടും ഈക്വൽ ആവും. Which of the following condition is most commonly associated with barrel chest? Barrel chest 1:1 ആണ്. അത് കൂടുതൽ ഉണ്ടാവുന്നത് ഏത് കണ്ടീഷനിലാണ്? ക്രോണിക് ആയിട്ടുള്ള നമ്മുടെ എംഫൈസിമ പോലെയുള്ള കണ്ടീഷനിലാണ്. പീജിയൻ ചെസ്റ്റ് അല്ലെങ്കിൽ പെക്ടസ് കാരിനേറ്റം കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴാണ്? അത് ചെസ്റ്റ് സ്റ്റേർണം ജട്ടിങ് ഫോർവേഡ് അല്ലേ. അത് ഉണ്ടാവുന്നത് കൺജനൈറ്റൽ ഏട്രിയൽ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റിലാണ്. അടുത്തത് ഫണൽ ചെസ്റ്റ് അല്ലെങ്കിൽ പെക്ടസ് എക്സ്കവേറ്റം, അതുണ്ടാവുന്നത് എപ്പോഴാണ്? അതെ, ഇത് സ്റ്റേർണം അങ്ങ് ഡിപ്രസ് ആയിട്ട് താഴോട്ട് കംപ്രസ് ചെയ്യുന്നു അല്ലേ. ഇതാണ് നമ്മുടെ ഫണൽ ചെസ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് മേ ലീഡ് ടു തൊറാസിക് കൈഫോസ്കോളിയോസിസ്? തൊറാസിക് കൈഫോസ്കോളിയോസിസ് ഉണ്ടാവാൻ കാരണം നമ്മുടെ തൊറാസിക് കർവിന് തന്നെ വ്യത്യാസം വരുന്നു. അതിന് കാരണം എന്താണ്? സ്പൈനൽ TB ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഹമ്പ് അല്ലെങ്കിൽ ഒരു ഹഞ്ച് ബാക്ക് അപ്പിയറൻസ് ഉണ്ടാവും. What is a normal respiratory rate for an adult? That is 12 to 22 breaths per minute. Clubbing of the fingers may be associated with pulmonary fibrosis, myocardial infarction, sinusitis, laryngitis. ഏതാവാം? അതേ, പൾമിനറി ഫൈബ്രോസിസ്, ലങ് ക്യാൻസർ മുതലായ കണ്ടീഷനിലൊക്കെയാണ് ഈ ക്ലബിംഗ് ഓഫ് ഫിംഗേഴ്സ് കാണുന്നത്. അത് പറഞ്ഞു, ഷ്വമോർ ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. നോർമലി 160 ഡിഗ്രി ആംഗിൾ, ഏർലി ലൈറ്റ് 180 അടുത്ത് വരും, അഡ്വാൻസ്ഡിൽ 180യേക്കാളും മുമ്പോട്ട് പോകും. നമ്മുടെ റിംഗ് ഫിംഗർ ഒരുമിച്ച് വെച്ചിട്ട് അവിടെ ഒരു ഡയമണ്ട് ഷേപ്ഡ് സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ഷാംറൂത്ത് ടെക്നിക്ക്. ക്ലബിംഗ് പഠിച്ചു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിങ് പാൽപേഷൻ നോർമൽ നോസ് ഷുഡ് ബി. നോർമൽ നോസ് എങ്ങനെയായിരിക്കണം? വേദനയൊന്നും ഇല്ല, വേറെ മാസസും ലീഷൻസും ഒന്നും ഉണ്ടാവരുത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നോർമൽ ഫൈൻഡിങ് ഫോർ സൈനസസ് അപ്പോൺ പാൽപേഷൻ? സൈനസസിനെ നമ്മൾ തൊട്ട് നോക്കുമ്പോഴും അവിടെ എന്തുണ്ടാവരുത്? വേദന ഒന്നും ഉണ്ടാവരുത്, സ്വെല്ലിംഗ് ഒന്നും ഉണ്ടാവരുത് അല്ലെ. നോൺ ടെൻഡർ ആയിരിക്കണം, സ്വെല്ലിംഗ് കാണരുത്. വാട്ട് ഈസ് എ നോർമൽ പൊസിഷൻ ഓഫ് ട്രക്കിയ അപ്പോൺ പാൽപേഷൻ? ട്രക്കിയ എപ്പോഴും നടുക്കായിരിക്കും, ഒന്ന് അനങ്ങി നടുക്കോട്ട് തന്നെ വരും. ക്രെപ്പിറ്റസ് ഒന്നും പാടില്ല, അതാണ്. അപ്പൊ എന്തായിരിക്കും? മിഡ് ലൈൻ ആൻഡ് മൊബൈൽ വിത്തൗട്ട് ക്രെപ്പിറ്റസ്. A displaced trachea may indicate sinus infection, chest mass or goiter, common cold, pleural effusion. അപ്പോൾ ട്രക്കിയ ഡിസ്പ്ലേസ്ഡ് ആണെങ്കിൽ എന്ത് കാരണമായിരിക്കും അത്? അതെ, ചെസ്റ്റ് മാസ് അല്ലെങ്കിൽ ഗോയിറ്റർ കാരണമായിരിക്കും. ചെസ്റ്റ് മാസ് അല്ലെങ്കിൽ ഗോയിറ്റർ. അടുത്തത്, വാട്ട് ഈസ് ടാക്ടൈൽ ഫ്രെമിറ്റസ്? എന്താണ് ഈ ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതെ, നമ്മൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് പോസ്റ്റീരിയർ ചെസ്റ്റ് വോളിൽ ഇങ്ങനെ രണ്ട് കൈയും വെച്ചിരിക്കും അല്ലേ. അപ്പോൾ എന്നിട്ട് വൈബ്രേഷൻ കൂടുതൽ, ടാക്ടൈൽ ഫ്രെമിറ്റസ് കൂടുതൽ കിട്ടുക ലങ് കൺസോളിഡേഷനിലും, കൂടുതൽ എയർ ഉണ്ടെങ്കിൽ കുറവായിരിക്കും കിട്ടുക. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ, എയർ മൂവ്മെന്റിന്റെ വൈബ്രേഷനെ നമ്മൾ എന്ത് പറയുന്നു? യെസ്, വൈബ്രേഷൻ. നമ്മൾ ക്ലയന്റിനോട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ചെസ്റ്റ് വോളിലൂടെയുള്ള വൈബ്രേഷൻ നോക്കുന്നതിനെയാണ്, പാൽപേറ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്ന് പറയുന്നത്. പിക്ചർ മനസ്സിൽ കാണുക. നമ്മൾ ഇവിടെ ബാക്കിൽ അല്ലെ, മുതുകത്താണ് ഇങ്ങനെ കൈ വെച്ചിട്ട് അവരോട് സംസാരിക്കാൻ 99 അങ്ങനെ എന്തെങ്കിലും പറയും. എന്നിട്ട് നമ്മൾ ആ വൈബ്രേഷൻ നോക്കും. ലങ് കൺസോളിഡേഷൻ ആവുന്ന കേസസിലാണ് ഈ ടാക്ടൈൽ ഫ്രെമിറ്റസ് കൂടുന്നത്. കൂടുതൽ ലങ്ങിൽ എയർ ഉള്ള സമയത്തിലാണ്, കണ്ടീഷനിലാണ് ടാക്ടൈൽ ഫ്രെമിറ്റസ് കുറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് പാൽപേഷൻ ഓഫ് ടാക്ടൈൽ ഫ്രെമിറ്റസ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത് എന്താണെന്ന് അറിയോ? 99 എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നും ചോദിക്കില്ല. ഇൻക്രീസ്ഡ് ടാക്ടൈൽ ഫ്രെമിറ്റസ് എന്ത് മനസ്സിലാക്കി തരുന്നു? ലങ് സോളിഡ് ആണ്, കൺസോളിഡേഷൻ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. The AP diameter is to transverse diameter is typically 1:1. Clubbing is absent in healthy adult digits. Normal respiratory rate ranges between 12 to 20 breaths per minute. Thorax should have irregular contour with occasional use of accessory muscles. What is the correct statement? ഇതിൽ കറക്റ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 2ഉം 3യും കറക്റ്റ് ആണ്. നമുക്ക് നോക്കിയാലോ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയേ. AP is to transverse diameter നോർമലി എത്രയാണ്?
ഇതാണോ? അല്ല, 1:2 ആണ്. അപ്പൊ ഇത് തന്നെ തെറ്റാണ് അല്ലേ? നമുക്ക് ചോദിച്ചത് കറക്റ്റ് ആണ് ചോദിച്ചത്. അപ്പൊ 1 കറക്റ്റ് ആണോ? 1 കറക്റ്റ് അല്ല, 1 തെറ്റാന്ന് മനസ്സിലായി. അപ്പൊ 1 വന്ന ഓപ്ഷനൊക്കെ വെട്ടിക്കളഞ്ഞ് എലിമിനേറ്റ് ചെയ്തു, ഇത് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ 2 and 3 ആർ കറക്റ്റ്, 3 and 4 ആർ കറക്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി? നമ്മൾ ഒന്നും വായിച്ചിട്ട് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി 3 എന്തായാലും ശരിയാ. അപ്പൊ നമ്മൾ 3 വായിക്കണോ? 3 വായിക്കണ്ട, നമുക്ക് 2 വായിച്ചാൽ മതി, അല്ലെങ്കിൽ 4 വായിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ 2 വായിച്ചു നോക്കാം. ക്ലബിംഗ് ഈസ് ആബ്സെന്റ് ഇൻ എ ഹെൽത്തി അഡൾട്ട്സ് ഡിജിറ്റ്സ്. ക്ലബിംഗ് ഇല്ല, ശരിയല്ലേ? ശരിയാണ്. അപ്പൊ 2 ശരിയാണ്, 2 എന്തായാലും ശരിയാണ്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി. നമ്മൾ 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചോളൂ, നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ നമ്മളപ്പോൾ ആൻസർ മാർക്ക് ചെയ്തില്ല. നമുക്കൊന്ന് 3ഉം 4ഉം ഒന്ന് വായിച്ചു നോക്കിയിട്ട് നമ്മൾ ആൻസർ മാർക്ക് ചെയ്യുള്ളൂ. 3, ദ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് റേഞ്ചസ് ബിറ്റ്വീൻ 12 to 20. അത് കറക്റ്റ് ആണ്. അപ്പൊ 2 ശരിയാ, 3 ശരിയാ. 4 ഒന്ന് നോക്കാം. thorax should have an irregular contour with occasional use of accessory muscles. റോങ് അല്ലേ? റോങ് ആണ്. അപ്പൊ ശരിയായത് 2ഉം 3ഉമാണ്. അപ്പൊ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് വെറും 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോൾ തന്നെ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പിന്നെ ഒന്നുകൂടെ ക്രോസ് വെരിഫൈ ചെയ്തിട്ട് മാത്രം നമ്മൾ ബബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായോ? എലിമിനേഷൻ ടെക്നിക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലായോ? നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statements are incorrect about abnormal respiratory patterns? Cheyne-Stokes respiration is characterized by rapid, deep breathing without pauses. Kussmaul's breathing is a slow, shallow breathing pattern with long pauses. Respiratory acidosis may be associated with rapid, shallow breathing pattern. Apnea is a condition, complete absence of breathing which may be temporary. ഇതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ 1 and 2 ആണ് റോങ് ആയിട്ടുള്ളത്. ഓക്കെ, ബാക്കി 2ഉം ശരിയാണ്. അപ്പൊ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ ആദ്യം ചെയിൻ-സ്റ്റോക്സ് ബ്രീത്തിങ്, ചെയിൻ-സ്റ്റോക്സ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് റാപ്പിഡ് ഡീപ്പ് ബ്രീത്തിങ് ആണ് വിത്തൗട്ട് പോസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 1 തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ 1 വരാത്ത ഓപ്ഷനൊക്കെ നമ്മൾ അങ്ങ് മാറ്റി. ഇനി 2 വായിച്ചു നോക്കാം. കുസ്മോൾസ് ബ്രീത്തിങ് ഈസ് സ്ലോ ഷാലോ ബ്രീത്തിങ് പാറ്റേൺ വിത്ത് ലോങ് പോസസ്. അപ്പൊ അതും റോങ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് 2 എന്തായാലും ആൻസർ വരണം. അപ്പൊ നമ്മുടെ ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചുള്ളൂ. 4 സ്റ്റേറ്റ്മെന്റിൽ 2 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റി. 3ഉം 4ഉം ഇപ്പൊ അറിഞ്ഞൂടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആൻസർ കിട്ടി അല്ലേ? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാലുള്ള ഒരു ഗുണം. കാരണം 3ഉം 4ഉം നമുക്ക് അറിഞ്ഞേ കൂടാത്ത സ്റ്റേറ്റ്മെന്റാ, പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയോ? കിട്ടി. അപ്പൊ ഇങ്ങനെ ടെക്നിക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കാം. 3ഉം 4ഉം വായിച്ചു നോക്കാം. എന്നിട്ട് 3, റെസ്പിറേറ്ററി അസിഡോസിസ് റാപ്പിഡ് ഷാലോ ബ്രീത്തിങ് പാറ്റേൺ. യെസ്, ഇറ്റ് ഇസ് ട്രൂ. ഏപ്നിയ കംപ്ലീറ്റ് ആബ്സെൻസ്, ഇറ്റ് ഇസ് ട്രൂ. നമുക്ക് ട്രൂ അല്ല ചോദിച്ചത്, ഇൻകറക്റ്റ് ആണ്. അപ്പൊ 1ഉം 2ഉമാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പിന്നെയും പോസ് ചെയ്ത് വെച്ച് തനിയെ ഒന്നുകൂടെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോകണം. അതിനുവേണ്ടിയാണ് അല്ലേ ഇപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി, മന്ത്ലി നടത്തുന്ന പരീക്ഷകളൊക്കെ എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് എവിടെയാണ് പാളിച്ച പറ്റുന്നതെന്ന് അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി മുന്നേറാനാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക എന്താണ് നിങ്ങളെ മിസ്റ്റേക്ക്, നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റുന്നു. നിങ്ങളെ നെഗറ്റീവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അല്ലേ? നെഗറ്റീവ് കുറച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് മുന്നോട്ട് കിട്ടുകയുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് വായിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആണോ, ബബിൾ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്ക് ആണോ, പഠിക്കുന്നതിലുള്ള മിസ്റ്റേക്ക് ആണോ, അത് നിങ്ങളുടെ മിസ്റ്റേക്ക് ഏത് ലെവലിലുള്ളതാണെന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്കൊരു ഉയർച്ചയാണ്. അതിനുവേണ്ടിയാണ് എക്സാമുകൾ നമ്മൾ മാക്സിമം അത്രയ്ക്ക് MCQs പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട്, നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോൾ ഈവൻ അസേർഷൻ റീസണിങ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ, ഒരു ക്വസ്റ്റ്യൻസും കണ്ടാൽ നിങ്ങൾക്ക് ഭയം വരില്ല. കാരണം നിങ്ങൾ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് തഴക്കം വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മാക്സിമം ഒരു എക്സാമും മിസ്സാക്കരുത്. എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യുക, എല്ലാ മോക്കും MCQസും എവിടെ നിന്നൊക്കെ MCQ കിട്ടുമോ അതെല്ലാം കളക്ട് ചെയ്ത് വെച്ച് പഠിക്കുക. കാരണം സ്മാർട്ട് സ്റ്റഡി മാത്രമേ നിങ്ങൾ ഉപകരിക്കുകയുള്ളൂ ഇനിയുള്ള PSC എക്സാമുകളിൽ നിന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് regarding the chest wall abnormalities? Barrel chest occurs when AP diameter increases and equals to transverse diameter. Pigeon chest or pectus carinatum results in a depression of sternum and compression of underlying organs. Funnel chest or pectus excavatum is characterized by protruding sternum. Thoracic kyphoscoliosis causes a hunched over or hunchback appearance. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദ്യം. അല്ല, 1ഉം 4ഉം ശരിയാണ്, 2ഉം 3ഉം തെറ്റാണ്.
നമുക്ക് നോക്കിയാലോ. ബാരൽ ചെസ്റ്റ് occurs when AP diameter increases and equals transverse diameter. ശരിയാണ് അല്ലേ. ബാരൽ ചെസ്റ്റ് AP കൂടി ട്രാൻസ്വേഴ്സിന് ഈക്വൽ ആവുമ്പോൾ നടന്നു. 1 ശരിയാണ്. ശരിയായി ചോദിച്ചത്. 1 വരാത്ത ഓപ്ഷൻ ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ 1 വരാത്തത്. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തു. രണ്ടാമത്തെ വായിക്കാം. Pigeon chest or pectus carinatum results in a depression of sternum and compression of underlying organs. ശരിയാണോ? അല്ല, അത് ഫണൽ ചെസ്റ്റ് ആണ് അല്ലേ. ഇവിടെ ജട്ടിങ് ഇതാണെങ്കിൽ എന്താണ്? പീജിയൻ ചെസ്റ്റില് സ്റ്റേൺ ഇങ്ങനെ മേളോട്ട് വരിക ചെയ്തത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ 2 ആൻസർ വന്നുകൂടാ. 2 ആൻസർ വന്നത് കട്ട് ചെയ്തോ. ഒരു ഓപ്ഷനും കൂടെ പോയി കിട്ടി. ഇനി ഒന്നുകിൽ 1, 3, 4 വായിച്ചാൽ തന്നെ ആൻസർ കിട്ടും. 3 വായിക്കാം. ഫണൽ ചെസ്റ്റ് ഓർ പെക്ടസ് എക്സ്കവേറ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൊട്രൂഡിംഗ് സ്റ്റേർണം. കറക്റ്റ് ആണോ? അല്ല. ഫണൽ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊട്രൂഡിംഗ് സ്റ്റേർണം അല്ല അല്ലെ, അകത്തോട്ടാണ് സ്റ്റേർണം പോകുന്നത്. അപ്പൊ 3 വരരുത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പോലും ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിലായി 4 ശരിയാണ്. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടന്റ് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ. അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് സോൾവ് ചെയ്യുന്നത് പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വായിച്ചിട്ട് പോലും ഇല്ല. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് അറിയില്ലായിരിക്കാം, പക്ഷെ നമുക്ക് ആൻസർ കിട്ടിയോ? കിട്ടി. ഇനി 4 വായിച്ചു നോക്കാം. thoracic kyphoscoliosis causes a hunched over or hunchback appearance. ശരിയല്ലേ? ശരിയാണ്. നമുക്ക് ചോദിച്ചത് ശരിയാണ്. അപ്പൊ ആൻസർ 1 and 4 ആർ കറക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അടുത്തത് ഐഡന്റിഫൈ ദ incorrect statements regarding palpation and respiratory assessment. Trachea is always fixed in place and does not move with displacement. Crepitus tenderness and defects should be assessed during chest wall palpation. Tactile fremitus is strongest over areas with lung consolidation. Tactile fremitus is absent in normal lung areas. തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെ, 1 തെറ്റ്, 4 തെറ്റ്, 2ഉം 3ഉം ശരിയാണ്. 1 നോക്കാം. ട്രക്കിയ എപ്പോഴും ഫിക്സഡ് ആണ്, മൂവ് ചെയ്യുന്നില്ല. അപ്പൊ അത് ശരിയാണോ? ഇല്ല അല്ലെ. മൊബൈൽ ആണ്, മൂവ് ചെയ്തിട്ട് കറക്റ്റ് സ്ഥലത്തോട്ട് വരും. അപ്പോൾ തെറ്റാണ്. 1 തെറ്റാണ്. നമുക്ക് ചോദിച്ചത് ഇൻകറക്റ്റ് ആണ്. 1 എന്തായാലും ആൻസർ വരണം. 1 വരാത്ത ഓപ്ഷൻ കട്ട് ചെയ്തോ. അപ്പോൾ 1 ഒന്നുകിൽ 1 and 3, 1 and 4. അപ്പൊ നമുക്ക് 2 ഇപ്പൊ വായിക്കുക പോലും ചെയ്യണ്ട. നമുക്ക് 3 വായിച്ചു നോക്കാം. ടാക്ടൈൽ ഫ്രെമിറ്റസ് is strongest over areas with lung consolidation. ശരിയാണല്ലേ. ലങ് കൺസോളിഡേഷൻ ഉള്ളിടത്ത് ടാക്ടൈൽ ഫ്രെമിറ്റസ് കൂടുതലായിരിക്കും. കാരണം സൗണ്ട് വേവ് കൂടുതലും ഫ്ലൂയിഡിലൂടെയും സോളിഡിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതലായിരിക്കും. 3 ശരിയാണ്. 3 ആൻസർ വരരുത്. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. നമ്മൾ 2ഉം 4ഉം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് പോലും ഇല്ല. അതറിയില്ലെങ്കിൽ കൂടി നമ്മൾ കറക്റ്റ് ആൻസറിൽ എത്തിയോ? എത്തി. ഓക്കെ, ഇതാണ് എലിമിനേഷൻ ടെക്നിക്. ഇനി 2 വായിക്കാം. ക്രെപ്പിറ്റസ് ടെൻഡർനെസ് ആൻഡ് ഡിഫെക്ട് ഷുഡ് ബി അസസ്ഡ് ഡ്യൂറിംഗ് ചെസ്റ്റ് വാൾ പാൽപേഷൻ. കറക്റ്റ് ആണ്. ഇതെല്ലാം നമ്മൾ നോക്കണം. ശരിയാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ടാക്ടൈൽ ഫ്രെമിറ്റസ് ഇസ് ആബ്സെന്റ് ഇൻ നോർമൽ ലങ് ഏരിയ എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലെ. ആബ്സെന്റ് അല്ല, ഉണ്ടാവണം. കൂടാനും കുറയാനും പാടില്ല, ഉണ്ടാവണം. അപ്പൊ അത് തെറ്റാണ്. മനസ്സിലാകുന്നുണ്ടോ? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് regarding palpation in respiratory assessment? Trachea should be midline and mobile without crepitus. Crepitus, tenderness and defect should be assessed during chest wall palpation. Tactile fremitus is absent over areas of lung consolidation. Tactile fremitus is strongest over areas with normal lung function. Which of the following is correct? ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചത്. നോക്കിയാലോ. ട്രക്കിയ മിഡ് ലൈൻ ആയിരിക്കണം, മൊബൈൽ ആയിരിക്കണം, ക്രെപ്പിറ്റസ് ഉണ്ടാവരുത്. ശരിയാണ്. 1 ശരിയാണ്. 1 വരാത്തതൊക്കെ കട്ട് ചെയ്തോ. ഇപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടി. ഒന്നുകിൽ 2ഓ 4ഓ വായിച്ചാൽ മതി. 2 വായിക്കാം. ക്രെപ്പിറ്റസ് ടെൻഡർനെസ് ആൻഡ് ഡിഫെക്ട് ഷുഡ് ബി അസസ്ഡ് ഡ്യൂറിംഗ് ചെസ്റ്റ് വാൾ പാൽപേഷൻ. ഇറ്റ് ഈസ് കറക്റ്റ്. അപ്പൊ നമ്മൾ ആകെ 2 സ്റ്റേറ്റ്മെന്റേ വായിച്ചുള്ളൂ. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കണ്ടുപിടിച്ചു. 3, 4 നമുക്ക് അറിയില്ലേലും കുഴപ്പമില്ല. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചു. ഇനി 3 നോക്കാം. ടാക്ടൈൽ ഫ്രെമിറ്റസ് ഈസ് ആബ്സെന്റ് ഓവർ ഏരിയാസ് ഓഫ് ലങ് കൺസോളിഡേഷൻ. അല്ല അല്ലേ, തെറ്റാണ്. അത് ലങ് കൺസോളിഡേഷൻ ഉള്ളപ്പോൾ കൂടുതലാണ്. ടാക്ടൈൽ ഫ്രെമിറ്റസ് ഈസ് സ്ട്രോങ്ങർ ഓവർ ഏരിയാസ്. അതും തെറ്റാണ്. അപ്പൊ ഇത് 2ഉം റോങ് ആണ്. കറക്റ്റ് അല്ലേ ചോദിച്ചത്. അപ്പൊ 1ഉം 2ഉം ഉള്ളൂ, 3ഉം 4ഉം വരുന്നില്ല. ശരിയാണല്ലേ. യെസ്. Clubbing of fingers is commonly seen in patients with chronic hypoxia. Chronic hypoxia leads to increased vascularization and connective tissue changes in the fingers, causing the characteristic bulbous shape. അപ്പോൾ ഇതിൽ എന്താണ് ശരിയായി വരുന്നത്?
കറക്റ്റ് ആണ്. ക്രോണിക് ഹൈപ്പോക്സിയ ഉള്ളവരിൽ ക്ലബിംഗ് കാണാം. ക്രോണിക് ഹൈപ്പോക്സിയ കാരണം വാസ്കുലറൈസേഷനും കണക്റ്റീവ് ടിഷ്യൂ ചേഞ്ചസും കൂടിയാണ് ബൾബസ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടു ക്ലബിംഗ്. ഇറ്റ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ഷാംറോത്ത് ടെക്നിക്. ചോദിക്കാം. Trachea is normally midline and mobile upon palpation. Any displacement of trachea can indicate a pathology such as chest mass, goiter or acute chest trauma. എന്തായിരിക്കാം? യെസ്, ശരിയാണ്. രണ്ടും ശരിയാണ്. കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അടുത്തത്, tactile fremitus is usually stronger over areas of lung consolidation. Sound vibrations travel better through fluid or solid tissue than through air-filled lungs. അപ്പോൾ ലങ്ങിന്റെ സോളിഡ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളിൽ കൺസോൾട്ടേഷൻ ഉള്ളിടത്ത് ടാക്ടൈൽ ഫ്രെമിറ്റസ് കൂടുതലാണ്. കാരണം എന്താ? സൗണ്ടിന് കൂടുതലും ഫ്ലൂയിഡിലൂടെയും സോളിഡ് ടിഷ്യൂയിലൂടെയാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, എയറിനെക്കാളും. അതുകൊണ്ടാണ് ആ സ്ഥലത്ത് ടാക്ടൈൽ ഫ്രെമിറ്റസ് കൂടുതൽ. ഇനി എയർ ആണ് കൂടുതലെങ്കിൽ ടാക്ടൈൽ ഫ്രെമിറ്റസ് കുറവുമാണ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അസസ്മെന്റ് അതിന്റെ പാർട്ട് 1 ആണ് കഴിഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പെർക്കഷൻ, ഓസ്കൾട്ടേഷൻ പഠിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, മാക്സിമം MCQ മോക്കും ചെയ്യുക, നല്ല രീതിയിൽ പഠനം തുടരുക. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്